പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ ആധ്യാത്മിക വളർച്ചയില്ലേ, നമ്മുടെ പിതാക്കന്മാര് അവശേഷിപ്പിച്ചു പോയ ഓരോ സ്കൂളുണ്ടല്ലോ. എബ്രഹാത്തിൻ്റെ ഒരു ആധ്യാത്മിക ജീവിതമുണ്ട്, മോസസിൻ്റെ ആധ്യാത്മിക ജീവിതമുണ്ട്, പിന്നെ ജോഷുവ, പിന്നെ ദാവീദിൻ്റെ ആധ്യാത്മിക ജീവിതമുണ്ട്, പിന്നെ പ്രവാചകന്മാരുടെയൊക്കെ ആധ്യാത്മിക ജീവിതമുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവരെക്കാൾ കിടപിടിക്കുന്ന ആധ്യാത്മിക ജീവിതമുള്ള ആളാണ് ഈ പത്രോസ് എന്ന് പറഞ്ഞ ആൾ. ക്രിസ്തുവിൻ്റെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ക്രിസ്തു ബേസിക്കായിട്ട് ദൈവവും മനുഷ്യനുമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉടനെ നിങ്ങൾ പറയും ഈശോ ദൈവമല്ലേ, നമുക്കത് പറ്റുവാന്ന് ചോദിക്കും. അതാണ്, അങ്ങനെ ചോദിച്ചാണെങ്കിൽ മനുഷ്യൻ മുഴുവൻ ഉടങ്ങിയിരിക്കണം ഇത്രയും നാളായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനെ ഉയർത്തിക്കൊണ്ടുവരും. കാര്യം ക്രിസ്തു സൂര്യനാണെങ്കിൽ മാതാവ് ചന്ദ്രനാണ്. ആ പ്രകാശം അടിച്ചാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. അതുപോലെ തന്നെയുള്ള വലിയ നക്ഷത്രങ്ങളാണ് ഈ പത്രോസ് എന്നൊക്കെ പറയുന്ന ആൾ. പത്രോസിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നമുക്കൊരു വെല്ലുവിളിയാണ് ശരിക്കും. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടെന്താ, ആ മുടന്തൻ കൈ നീട്ടുന്നു. എപ്പോഴാണ്? കാലണ കയ്യിലില്ല. പക്ഷെ കാലണ കയ്യിലില്ല. അപ്പം നമ്മുടെ അടുത്താണ് കാലണ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, എൻ്റെ കൊച്ചെ വിഷം മേടിക്കാൻ കായ് പോലും ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾ അളിഞ്ഞ മോന്തയും വെച്ച് പോകും. അത് വിശ്വാസ ജീവിതം അല്ലല്ലോ. ചേട്ടാ ഇപ്പം ഇല്ല, പക്ഷേ എനിക്ക് കിട്ടും, കർത്താവിലേക്ക് തരും, അപ്പം ഞാൻ തരാം, നല്ല വാക്ക് പറഞ്ഞു പോകണ്ടേ. ആത്മീയ ജീവിതം അതിൻ്റെ പ്രതിഫലിപ്പിക്കുന്നതിൽ നിന്നാണ് ആത്മീയ ജീവിതം നമുക്ക് എടുക്കുന്നത്. അല്ലാതെ കൊച്ചെ എനിക്ക് തന്നെ വിഷം മേടിക്കാൻ കാജിലായിരിക്കുകയാണ്, പിന്നെയാണ് നിനക്കെന്നും പറഞ്ഞിട്ട് നമ്മൾ സാധാരണ മനുഷ്യർ ഇങ്ങനെ, അത് ഒരു ദൈവത്തെ തള്ളിപ്പറച്ചൽ തന്നെയാണത്, അങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കണത്. പത്തോസം പക്ഷെ അങ്ങനെ നെഗറ്റീവായിട്ടല്ല ജീവിതത്തെ കാണുന്നത്. അങ്ങനെ പറയും, പൊന്നും വെള്ളിയൊന്നും എൻ്റെ ഇല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല, പക്ഷെ എനിക്കുള്ള ഞാൻ നിനക്ക് തരും, നസ്രായന യേശുവിൻ്റെ നാമം എന്ന് പറയും. പക്ഷെ എന്നെ അതൊന്നും അല്ല ബാധിച്ചത്. എന്നെ ബാധിച്ചത് ഈ മനുഷ്യന് കാപ്പി കുടിക്കാൻ കാശില്ലാത്തൊരു കാലമാണ്. കാലം എന്താ, കാശിങ്ങയുടെ കയ്യിൽ ഇല്ലായിരുന്നേ. പണ്ട് ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോഴേ അവിടുത്തെ ടൂറിസ്റ്റുകൾ ഗൈഡുമാർ നമ്മളെ പത്തോസിനെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ പടിഞ്ഞോട്ട് പോയി ഗലീല കടത്തീരത്തുള്ള അദ്ദേഹത്തിന് 2 വള്ളങ്ങളെ കാണിച്ചു തരും. നമുക്കും അറിയാം, അവർക്കും അറിയാം, അത് ആ വള്ളങ്ങൾ അവരുടെ പത്തോസിൻ്റെ വള്ളങ്ങളല്ല. പക്ഷെ പത്തോസിന് 2 വള്ളങ്ങൾ ഉണ്ടായിരുന്നുള്ള പാരമ്പര്യത്തിൽ നിന്ന് ഒരു 2 പഴയ വള്ളങ്ങൾ അതിനു വേണ്ടി വെച്ചിരിക്കണവർ നമ്മളെ കാണിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് മനസ്സിലാകും പത്തോസ് നല്ല തൊഴിലുടമയായിരുന്നു, കടലിലെ ജോലിക്ക് നല്ലൊരു സംരംഭകനായിരുന്നു, കുറേ കാശൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, കുറേ തൊഴിലാളികളെയൊക്കെ പോറ്റിക്കൊണ്ട് നടന്ന ആളാണ്. അത് ആ കർത്താവ് വിളിച്ചപ്പോൾ പിന്നെ വള്ളവും ഉപേക്ഷിച്ചല്ല. ഇവിടെ വന്നിട്ടാണെങ്കിൽ പൈസ ഉണ്ട്, പക്ഷേ
പത്രോസിൻ്റെ കയ്യിലല്ല കൂട്ടാൻ കൊടുത്തിരിക്കുന്നത്, ജൂദാസിൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അധികാരം പത്രോസിനും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, താക്കോല് പത്രോസിനും പെട്ടി യൂദാസിനും. അങ്ങനെയല്ലേ, പെട്ടി താക്കോലെല്ലാം അവൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. എന്നാൽ ഒതുങ്ങി ജീവിച്ച്, അധികാരം ഉണ്ടെങ്കിലും എല്ലാവരും ആശ്രയിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും തൻ്റെ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിൽ വളരെ വീറോടും വാശിയോടും കൂടി ജീവിച്ചു. അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം കർത്താവും ഇല്ല, കാലണയും ഇല്ല. ഇപ്പം പശുവും ചത്ത് മോരിലെ പൊടിയും കെട്ടെന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയാണ് പത്രോസ്. എന്നിട്ടും വിശ്വാസം വിട്ടുകൊടുക്കത്തില്ല. എന്താ പറയും, ഈ മുടന്തം കൈതിട്ട് പറയും, ഞാൻ തന്നെ ഇന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല, പൊന്നും വെള്ളിയും ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ എനിക്കുള്ളത് ഉണ്ട്, ഒരാളുണ്ട്. എന്താണ് അത്? ഞാൻ നിനക്ക് തരാം, നീ എഴുന്നേറ്റ് നടക്കണം അവൻ്റെ നാമത്തിൽ. അപ്പം എന്ത് പവറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾക്കാണെങ്കിൽ ഈ ചില പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെങ്കിൽ പറയും, ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടുത്തെ കാശ് മേടിക്കാൻ പോയതാണ്, തേങ്ങയുടെ കാശ, നെല്ലിൻ്റെ കാശ, റബ്ബറിൻ്റെ കാശൊക്കെ വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ അവർ പറയും പൈസ കിട്ടിയില്ല. ഇപ്പം മീനിൻ്റെ കാശ് തലവന്മാർ മേടിക്കാൻ പോകത്തില്ലേ, മീൻ വിറ്റേൻ്റെ കാശ് വാങ്ങിക്കാൻ പോകണമാണ്. പക്ഷേ സന്ധ്യയ്ക്ക് കയറി വരുമ്പോൾ കാശ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും, എന്നാൽ പ്രാർത്ഥനയ്ക്ക് അതിന് കാശ് കിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് സമയമായില്ല, എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് വൈഫ് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് ഇയാൾ അവിടെ പോയി കിടക്കും. ഇത് തന്നെയായിരുന്നു നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉടനെ അയ്യോ ഏതായാലും കിട്ടിയില്ല, ഞാൻ വിസ കിട്ടിയെങ്കിൽ ഞാനിന്ന് അവിടെ ഇരുന്നേനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഡൗണായി വേണേൽ പള്ളിയിലും പോകത്തില്ല. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ ദൈവത്തിന് പണി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. എൻ്റെ മക്കളെ ഇത് വലിയൊരു ഗതികേടാണ്. എന്താ കാര്യം, ഇങ്ങനെ ഏതെങ്കിലും ഒരു തകർച്ചയിൽ ദൈവത്തെ മറന്ന്, പ്രാർത്ഥന മറന്ന്, പത്രോസിൻ്റെ കൂടെ വിനോദമാണ്. കർത്താവും മരിച്ചു, കയ്യിലെ കാശും പോയി, എല്ലാവരുമൊക്കെ ഓരോ വഴിക്ക് പോയിട്ടും പത്രോസ് ആ ജെറുസലേം വിട്ടുപോകാതെ, ആ പ്രാർത്ഥനാ സമയം വിട്ടുപോകാതെ, പ്രാർത്ഥനയുടെ സമയത്ത് 9-ാം മണിക്കൂറിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പോയേ. അതാണ് പത്രോസ്. പിന്നെ എങ്ങനെയാണ് ഈശോ അവരുടെ അടുക്കൽ മാറണത്? മാറത്തില്ലൊരിക്കലും. ദൈവം നിങ്ങളുടെ അടുക്കൽ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണത്. കയ്യിരിപ്പൊന്നുമല്ല, പച്ചക്ക് പറയാം, നിർവികേട് കൊണ്ടാണ് നിങ്ങളുടെ. ഒരു സംശയമില്ല കാര്യം. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞില്ലേ, റബ്ബറിൻ്റെ കാശ് കിട്ടിയില്ല, നാളെ തരാമെന്ന്, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇപ്പം പ്രാർത്ഥന കൂടുന്നില്ലല്ലോ, പോയി കിടക്കുകയല്ലേ. അതുപോലെ തന്നെ സംഭവം. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ കാര്യമായാലും കയറിൻ്റെ കാര്യമായാലും ഇതൊക്കെ തന്നെ. നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ച് ചെല്ലും, 10,000 ആശയങ്ങളും കണ്ട്, സങ്കല്പവും ചീട്ട് കൊട്ടാരവും സ്വപ്ന കൊട്ടാരവും കണ്ട് ചെല്ലും, എല്ലാം കൂടി ഇടിഞ്ഞുപൊടിഞ്ഞ് താഴെ വീഴും. നമ്മളിങ്ങനെ ഗതികേടുകൊണ്ട് തിരിച്ചു വരും. പക്ഷെ ആ സമയത്ത് പത്രോസിനെ പോലെ ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ കൂടെ ഉണ്ട്. കാശില്ലെന്നേ ഉള്ളൂ, അതേ കർത്താവുണ്ടെന്ന് പറയും. അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലാൽ ഈ ബൈബിളൊരു വാക്കില്ലേ, എന്താണ് ബ്ലോട്ട് ഔട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഒപ്പിക്കളയാമെന്ന്. പണ്ട് ഈ മഷിയിൽ എഴുതുമ്പോഴേ ഒപ്പി മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ മഷി കുത്തി എഴുതുമ്പോൾ ഒപ്പി മാറ്റുമല്ല. ഞാനൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട് ഉപ്പ് കടലാസ്. അപ്പോൾ തന്നെ ഈ കുറേ ബ്ലേഡ് എഴുതിയ സാധനം തിരുത്താൻ വേണ്ടി പരീക്ഷയ്ക്ക് പോകുമ്പോഴും ബ്ലേഡും കൊണ്ടുപോകും, അക്ഷരം വരച്ച് കളയാൻ വേണ്ടി. അന്നിങ്ങനെ മുക്കി എഴുതുകയും കുത്തി എഴുതുകയും ഡോട്ട് പെന്നോട് എഴുതുന്ന പരിപാടിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ 3-ാം ക്ലാസ്സിലൊക്കെ മുക്കി എഴുതുകയായിരുന്നു. മുക്കി എഴുതിയിട്ട് ഇങ്ങനെ ബെഞ്ചെ കുറഞ്ഞിടും. കൂടുതൽ മഷിക്കാക്കി ഇങ്ങനെ. അപ്പം കഴിഞ്ഞ ആ കാലങ്ങളിലുള്ള എല്ലാ ബെഞ്ചും നോക്കിയാൽ ഒരു 10-50 കൊല്ലം മുമ്പുള്ള ബെഞ്ചെല്ലാം മഷിയുടെ കുടച്ച് കാണാം. എല്ലാ സ്കൂളിലെയും പിള്ളേർ കുടയണാണ്. ആ ഒരു കാലം മാറി. അപ്പോൾ പക്ഷേ ബൈബിൾ എന്താ പറഞ്ഞ വെച്ചാൽ ബ്ലോട്ട് ഔട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഐസയാ 43:25 എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം. അപ്പം തുടച്ചു മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ തെറ്റുകൾ ദൈവം തുടച്ചു മാറ്റും. പക്ഷേ എഴുതിയിട്ടിട്ടാണല്ലോ തുടക്കണത്. അതാണ് വിഷയം. എഴുതിയിട്ടിട്ടാണല്ലോ പിന്നെ തുടക്കാൻ പറ്റുന്നത്.
ദൈവം തന്നെ തുടക്കണം. അപ്പോൾ വല്ലതും ദൈവം എഴുതിയിട്ടുണ്ടെന്ന് നോക്കണം കേട്ടാ. തക്ക സമയത്തെ ദൈവത്തിന് ഇങ്ങനെ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ കിട്ടാതെയും പരീക്ഷയ്ക്ക് തോറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനിയും തലവേദനയൊക്കെ വന്നപ്പോൾ പ്രാർത്ഥന ഇല്ലാതെ ദേവാലയത്തിൽ പോകാതെ ദൈവത്തെ മറന്ന് ജീവിച്ചിടാൻ നോക്കണം. അതെല്ലാം കാര്യം ദൈവം എഴുതിയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ തുടക്കാൻ പറ്റത്തില്ല, ദൈവത്തിനെ തുടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദൈവത്തിനെ കൊണ്ട് തുടപ്പിക്കേണ്ടതിന് അതിന് ദൈവമായിട്ട് അത്ര അടുപ്പം വേണം, അടുപ്പം തിരിച്ചു വരണം, അല്ല വേറെ മാർഗ്ഗമില്ല. ഏശയ്യാ 43:25 എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. അപ്പൊ ദൈവമാണ് തുടച്ചു മാറ്റേണ്ടത്. അപ്പൊ വല്ലതും എഴുതി പിടിപ്പിച്ചുകൊണ്ടാൻ നോക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പത്രോസിന്റെ പോലെ പരാജയമാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ മുന്നേറാൻ കഴിയണം. എന്നോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എനിക്കും എൻ്റെ കുടുംബത്തിന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കൃപാസന മാതാവിനും എൻ്റെ ഈശോയ്ക്കും. എൻ്റെ പേര് ഫിൻസി റാഫേൽ. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ അലീന, രണ്ടാമത്തെ മകൾ. എൻ്റെ ഇടവക അവിട്ടത്തൂർ ചർച്ച് ഹോളി ഫാമിലി. ഞാൻ 2025 ഫെബ്രുവരി 16 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വീട്ടിലൊരു രോഗം വന്നപ്പോഴാണ് ഞാൻ ആദ്യമായി ഉടമ്പടിയിലേക്ക് വരാൻ തീരുമാനിച്ചത്. ഒരുപാട് തവണ കൃപാസന പത്രം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാനിവിടെ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി ടീച്ചേഴ്സ് എനിക്ക് ഈ കൃപാസന പത്രം കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ വീട്ടിലെ ജോലിയും സ്കൂളിലെ തിരക്കും എല്ലാം കാരണം ഞാൻ ആ പത്രം വീട്ടിൽ കൊണ്ടുവയ്ക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഒരിക്കൽ പോലും അത് തുറന്ന് വായിക്കാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ സാധാരണ എല്ലാവരെയും പോലെ ഞാനും പ്രാർത്ഥനയിലും ഞായറാഴ്ച കുർബാനയിലും കുമ്പസാരത്തിലും ഒക്കെ പോയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു തെറ്റായ ധാരണ ഇത് അധികം തിരക്കൊന്നുമില്ലാത്ത ജനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും ദൂരം വന്ന് പ്രാർത്ഥിക്കാനൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ എല്ലാ വിവരങ്ങളും അറിയുന്ന എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഒരു ഫാദറാണ്. ആ ഫാദറിൻ്റെ അനുജൻ്റെ ഭാര്യ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫാദറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഫിൻസി നീ എൻ്റെ അനുജൻ്റെ ഭാര്യയെ ഒന്ന് കാണണം, നിനക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാനുണ്ട് മാതാവിനെക്കുറിച്ച്. അങ്ങനെ ഫാദറാണ് എന്നെ അനുജത്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫെബ്രുവരി 15 ആ ചേച്ചി എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും എല്ലാം വിശദമായി പറഞ്ഞു തന്നു. ആ ഒരൊറ്റ ദിവസത്തെ ഇൻസ്പിറേഷനിൽ അന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു പിറ്റേ ദിവസം ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം. അതിരാവിലെ തന്നെ ഞാൻ പുറപ്പെട്ടു എൻ്റെ മൂത്ത മകളുമായിട്ട് ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു പോയി. അതിനുശേഷം മെയ് മാസത്തിലാണ്, അന്ന് ഈ മകള് മുംബൈയിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മെയ് മാസത്തിലാണ് ഇവള് വന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മാതാവിലുള്ള താല്പര്യം കൊണ്ട് ഇഷ്ടം കൊണ്ടും എൻ്റെ അനുഭവങ്ങൾ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ബേസിൽ അവൾ വന്ന് മെയ് മാസത്തിൽ ഉടമ്പടി എടുത്തു. അതിനുശേഷം അവൾ തിരിച്ചു പോയിട്ട് അവൾ പറഞ്ഞു അവളുടെ IT കമ്പനിയിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവൾക്കൊരു ടെസ്റ്റ് എഴുതണം. അതിൻ്റെ ഫുൾ സ്പോൺസർഷിപ്പും ആ മാനേജ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അവൾ ആ എക്സാം എഴുതി, അവൾ ഫെയിലായി. അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിരുന്നു കേട്ടോ. അത് ഫെയിലായി കഴിഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി. കാരണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നല്ലൊരു എമൗണ്ട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് മാനേജ്മെൻറ്റിന് ലോസ് അല്ലേ, അതുകൊണ്ട് അവൾക്ക് വിഷമമായി. അവൾ വന്ന് സങ്കടം പറഞ്ഞു. അമ്മ ഇനി ഞാൻ എന്നാണ് എക്സാം എഴുതണ്ടേ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ആ സമയത്ത് അവൾ തിരിച്ച് വീണ്ടും മുംബൈയിലായതുകൊണ്ട് അവൾ ഇടയ്ക്ക് വരാറുണ്ട്. നാട്ടിൽ ഓൺലൈൻ വർക്ക് ഫ്രം ഹോം എടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ 1 ഞാൻ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ബലിയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് ഞാനിങ്ങനെ അപേക്ഷിച്ചു, മാതാവേ എന്നാണ് മകൾക്കൊരു ടെസ്റ്റിന് എഴുതിയിട്ട് ഒരു ഡേറ്റ് എടുക്കണ്ടേ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒക്ടോബർ 8 എന്നൊരു ഡേറ്റ് വന്നു. അന്ന് തന്നെ ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മോളോട് പറഞ്ഞു, മോളെ ഒക്ടോബർ 8 എന്നൊരു ഡേറ്റ് മാതാവ് കാണിച്ചു തരുന്നുണ്ട്, നീ ആ ഡേറ്റിലാണ് എക്സാം എഴുതേണ്ടത്. ഇനി തുടർന്നുണ്ടായത് എൻ്റെ മകൾ പറയും. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ പേര് അലീന. ഞാനിപ്പോൾ മുംബൈയിൽ നിന്ന് മാറി ബാംഗ്ലൂർ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എക്സാം ഞാൻ ഒരു വട്ടം ഫെയിലായപ്പോൾ പിന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു.
അമ്മ ഇപ്പോഴും സാക്ഷിയും അച്ഛൻ്റെ ടോക്കൊക്കെ കാണുമ്പോൾ അമ്മ എല്ലാം വന്ന് ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ അമ്മ ത്രൂ ആണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ എക്സാമിന് അമ്മ ഒക്ടോബർ 8 അമ്മയ്ക്ക് ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയ ഡേറ്റ് ആണല്ലോ. അന്ന് ഞാൻ എക്സാം സ്കെഡ്യൂൾ ചെയ്തു. പക്ഷെ അതിന് ശേഷം അറിയുന്നത് വീട്ടിൽ അമ്മാമ്മ പ്രായമായിട്ടിരിക്കുകയാണ്. അമ്മാമ്മയ്ക്ക് കുമ്പസരിപ്പിക്കാനും വിശുദ്ധ കുർബാന കൊടുക്കാനും അച്ഛൻ അന്ന് വരുന്നു. അമ്മ അതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായി, വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ, ഒറ്റയ്ക്കായിരിക്കുമല്ലോ അമ്മാമ്മ, അപ്പോൾ എന്താ ചെയ്യാമെന്നുള്ള. കാരണം അന്ന് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റില്ല. ഫുള്ളി പ്രോക്ടേഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ടുള്ള സീരിയസ് എക്സാമാണ്. നമുക്ക് എണീക്കാൻ പറ്റില്ല അവിടുന്ന്. അപ്പോൾ എന്തായാലും അമ്മയുടെ അടുത്ത് ഞാൻ മാറ്റിയാലോ എന്നൊരു സജഷൻ വെച്ചെങ്കിൽ അമ്മ പറഞ്ഞു മാറ്റണ്ട, എല്ലാം ദൈവത്തിൻ്റെ തീരുമാനം പോലെ ആവട്ടെ, ദൈവഹിത അതാണെങ്കിൽ നടക്കട്ടെ, രണ്ടും നമ്മളായിട്ട് തിരഞ്ഞെടുത്തല്ലല്ലോ, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ഡേറ്റ് അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. എക്സാമിൻ്റെ അന്ന് എനിക്ക് റൂമിലെങ്ങും വൈഫൈയോ നെറ്റ് ഒന്നും കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷനില്ല, ഹാളിൽ തന്നെ ഇരുന്ന് എക്സാം എഴുതണം. അപ്പോൾ ഹാളിലൊരു കോർണറിൽ ഞാൻ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അച്ഛനെ കാത്തിരുന്ന് വരാണ്ടായി. അച്ഛൻ വരാതായപ്പോൾ അമ്മാമ്മ പോയെന്ന് കിടന്നു. അപ്പോൾ ഞാൻ എക്സാം ഓണാക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കണ്ടു അച്ഛൻ്റെ കാറ് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അമ്മാമ്മയാണെങ്കിൽ അത് അറിഞ്ഞിട്ടില്ല, അമ്മാമ്മ കിടക്കുക തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അച്ഛൻ ഈശോനെ കൊണ്ടാണ് വീട്ടിലേക്ക് വരണത്. ഈശോ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് എണീക്കാതിരിക്കുക? എനിക്കാണെങ്കിൽ എക്സാമിൽ നിന്ന് എണീറ്റ് ഞാൻ എക്സാം ക്യാൻസലാവും. വീണ്ടും ഒരുപാട് പൈസയുള്ള കമ്പനി സ്പോൺസറാണ് എക്സാമാണ്. വീണ്ടും ലോസായാൽ നമ്മളതിനൊക്കെ ആൻസർ ചെയ്യണം കമ്പനിയുടെ അടുത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കൂടുതലൊന്നും വായിച്ചില്ല, അത് വേഗം ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് വേഗം ചെന്ന് അച്ഛന് സ്തുതി കൊടുത്ത് ഈശോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛന് അമ്മാമ്മയുടെ അടുത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പോയി എക്സാം എഴുതിക്കോ, കണ്ടിന്യൂ ചെയ്തോ എന്നാണ് അച്ഛൻ പ്രാർത്ഥിച്ച് വിട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുമ്പോഴും പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ടിട്ടാണ് എക്സാം തുടങ്ങിയത് തന്നെ. ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എക്സാം തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഓൾറെഡി 60 ക്വസ്റ്റ്യൻസിൽ 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനെങ്ങനെ എക്സാം റീ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഞാൻ അറ്റൻഡ് ചെയ്ത 40 ക്വസ്റ്റ്യനും എനിക്കിനി റീവിസിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൽ ഫുള്ള് ലോക്കായി. അപ്പോൾ എനിക്കാണെങ്കിൽ ഓൾറെഡി നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ നല്ല പാടായിരുന്നു. ഒന്നും ഞാൻ പഠിച്ചതുപോലെ ഭയങ്കര ട്രിക്കി ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് ഓരോന്ന് ഞാൻ പ്രാർത്ഥിച്ച് ചെയ്യുന്നതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് റീവിസിറ്റ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ അതെനിക്കറിയാം ഞാൻ ഒരെണ്ണം തെറ്റിച്ചാൽ അത് ഫെയിലാവുന്നു. പക്ഷേ ഞാൻ ഓരോന്നും ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ഓരോ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തു. അങ്ങനെ എക്സാം എഴുതിയ ഉടനെ തന്നെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. അങ്ങനെ എക്സാം കംപ്ലീറ്റ് ആയപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നോക്കാൻ. പക്ഷെ ഞാനത് പാസ്സായതും ഭയങ്കര ഒരു 3-4 മാർക്കിനാണ് ഞാൻ പാസ്സായത്. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു ആ 20 ക്വസ്റ്റ്യനിലൊരു ക്വസ്റ്റ്യൻ തെറ്റിയെങ്കിൽ വീണ്ടും ഞാൻ ഫെയിലാവുമായിരുന്നു. ഓരോ ക്വസ്റ്റ്യനും എനിക്ക് ശരിക്കും ഉറപ്പുണ്ട് എൻ്റെ കഴിവുകൊണ്ടോ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല വന്നത്, ഒക്കെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കൃപ കൊണ്ട് കിട്ടിയതാണ് ഇതൊക്കെ. അങ്ങനെ ആ എക്സാം മൈക്രോസോഫ്റ്റിൻ്റെ ഞാൻ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് വീണ്ടും ഒരു എക്സാം എടുക്കേണ്ടി വരാണ്. അത് ഡേറ്റ് കിട്ടിയത് ഒക്ടോബർ 25 അഖണ്ഡ ജപമാല നടക്കുന്ന അന്നാണ്. അതും ഒരുപാട് പ്രാർത്ഥിച്ച് രാവിലെ 8 മണിക്ക് ഞാൻ എക്സാം എടുത്തു. അതും ഞാൻ പാസ്സായി. ഒരുപാട് ദൈവാനുഗ്രഹം എനിക്കിങ്ങനെ എന്നെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കണ പോലെ എനിക്ക് തോന്നുന്നു. ഓരോ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടും കൂടെ ഉണ്ടെന്നുള്ള ഭയങ്കര ഒരു വിശ്വാസമൊക്കെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യ്, നീ അടുത്ത പ്രാവശ്യം പുതുക്കാൻ വരണവരെ നീ വെയിറ്റ് ചെയ്യ്, അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ് സിസ്റ്റർ എന്നെ പറഞ്ഞു. അത് ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ നിയോഗത്തിൽ വെച്ച ഒരു നിയോഗം ഉണ്ടായിരുന്നു, എനിക്ക് ജോലി മാറണതിനെ പറ്റി. ഇപ്പോൾ എനിക്ക് ഫെബ്രുവരി മാസം 27 വേറൊരു ബിഗ് 4 കമ്പനിയിൽ നിന്ന് തന്നെ ഒരു ഓഫർ ലെറ്റർ വന്നു. ഇപ്പോൾ ഞാൻ നോട്ടീസ് പീരീഡിലാണ്. ഇതൊക്കെ എനിക്ക് ഒന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, ഒക്കെ ദൈവകൃപ കൊണ്ട് കിട്ടിയതായിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതാണ് എൻ്റെ അനുഭവം. എന്നെ ഈ അനുഭവം പറയാൻ ഇവിടെ നിർത്തിയതിൽ എനിക്ക് അവസരം തന്നതിലൊക്കെ ഈശോനോടും മാതാവിനോടൊക്കെ ഒരുപാട് നന്ദി. ഒരുപാട് ഇഷ്ടമുണ്ട്, പ്രാർത്ഥിക്കാനും ഭയങ്കര ഇഷ്ടമുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്, അവർക്ക് കൊടുക്കുമായിരുന്നു. തുടർന്നും എൻ്റെ സാലറിയുടെ ഒരു വിഹിതം കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ പ്രസിദ്ധ പ്രവർത്തനമായിട്ട് ഡെയിലി ബ്രെഡൊക്കെ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും. പിന്നെ ഞാൻ പേപ്പർ മേടിച്ചത് ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് കന്നഡ ആണ് ഞാൻ 2 കെട്ട് മേടിച്ചത്. അതൊക്കെ ഞാൻ നടന്നു കൊടുത്തു. എനിക്ക് ഒരു അനുഭവം കൂടി പറയാനുള്ളത്,
ഒക്ടോബർ മാസത്തിലെ ജപമാല റാലിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഫെബ്രുവരി 2025 ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഈ അഖണ്ഡ ജപമാല റാലിയെ പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഒരുങ്ങി അതിന് വേണ്ടി ഉപവാസം എടുത്ത് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ആ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 24-ാം തീയതി ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിൽ വെച്ച് ഞാനൊരു ചേച്ചിയെ കണ്ടു. ആ ചേച്ചി ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 1000 മണി കൊന്തയാണ്. അപ്പോൾ ആ കൊന്ത കണ്ടപ്പോൾ ഞാൻ ആ ചേച്ചിയോട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലിൻ്റെ കൊന്ത. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനിങ്ങനെ ഓൺലൈനിൽ വരുത്തിയതാണ്, ഞാനും ഉടമ്പടിയിലാണ്, കൃപാസന റാലിക്ക് ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചു മനസ്സിൽ, നല്ല കൊന്തയാണല്ലോ, എനിക്കും പേടിക്കണം അങ്ങനത്തെ ഒരു കൊന്ത. അന്ന് രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് ക്ഷീണം കൊണ്ട് ഒന്ന് മയങ്ങിയപ്പോൾ ഞാൻ കാണുന്നത് ഒരു കൊന്ത എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വരുന്നത് ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ, മാതാവേ എനിക്ക് എന്താണ് ഒരു കൊന്ത കിട്ടുന്നുണ്ടല്ലോ എന്നിങ്ങനെ ജസ്റ്റ് വിചാരിച്ചു, അത്രയും മാത്രം. പിറ്റേ ദിവസം അന്ന് 24-ാം തീയതി രാത്രി 11:30-ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് റാലിക്ക് ഇറങ്ങണേ. അത് ഞങ്ങൾ ഒരുമിച്ച് റാലിക്ക് വന്ന് ഇവിടെ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഇറങ്ങുമ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ടായിരുന്നേ. സീറ്റിൻ്റെ കുഷ്യനിൽ പെട്ടിട്ട് എൻ്റെ കൊന്തയുടെ കുളത്ത് പൊട്ടി, എൻ്റെ കയ്യിലുണ്ടായ കൊന്ത പൊട്ടി. ഞാനിപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു. മാതാവി, ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണോ എൻ്റെ ഈ കൊന്ത പൊട്ടിപ്പോയി? ഞാനിങ്ങനെ വിഷമിച്ച് എൻ്റെ കാലെടുത്ത് ഞാൻ മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഇവിടെ കൊന്തയും മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്. അപ്പോൾ ഞാൻ ആ കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ പയ്യൻ്റെ അടുത്ത് എനിക്കൊരു കൊന്ത വേണമെന്ന് പറഞ്ഞു. അവൻ ആ കൊന്തകളിങ്ങനെ കാണിച്ചപ്പോൾ ഞാനിങ്ങനെ മേലെ കിടക്കുന്ന ഒരു കൊന്ത, ആ കൊന്ത കണ്ട് ഞാൻ വേഗം എനിക്ക് ആ കൊന്ത മതി എന്ന് പറഞ്ഞ് ഞാൻ ആ കൊന്ത മേടിക്കുമ്പോൾ ഞാൻ ആലോചിക്കണത് ഇന്നലെ ഞാൻ കണ്ട സീനാണല്ലോ മാതാവേ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഈ കൊന്ത, ഇതിപ്പോൾ ഫുൾ വെള്ള കളറായി. അന്ന് അത് ശരിക്കും ഒരു ഉടമ്പടി പുസ്തകത്തിൻ്റെ കളറും വിമല ഹൃദയത്തിൻ്റെ മാതാവുമായിട്ടുള്ള ഒരു കൊന്തയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ കൊന്തയും കൊണ്ടാണ് അന്നത്തെ ഉടമ്പടിക്ക് നമ്മുടെ ജപമാല റാലിക്ക് ഞാൻ പോയത്. ആ റാലി മുഴുവൻ പങ്കെടുത്തു. എനിക്ക് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഒരു സെക്കൻഡ് ഇടയ്ക്ക് എനിക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വീട്ടിൽ ഞാൻ അടുക്കള പണി എടുക്കുന്നിടത്ത്, പള്ളിയിലേക്ക് പോകുന്നിടത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ഒരാൾക്കൊരു ഫോൺ ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ ഒരു രോഗിയായിട്ട് കിടക്കുന്ന രോഗിയായിട്ട് വ്യക്തിക്ക് ഞാൻ ജോലിക്ക് എനിക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കും മാതാവ് ആ സമയം എടുത്ത് ഞാൻ വിളിക്കുന്നത് കൊണ്ടാവും എനിക്ക് അപ്പൊക്കെ എൻ്റെ ചുറ്റിലും ആ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം അതിപ്പോഴും ഇന്നും എനിക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. അത് വളരെ ഒരു ചെറിയൊരു സെക്കൻഡ് മാത്രം. അങ്ങനെ ഞാൻ അർത്തുങ്കൽ പള്ളിയിലെത്തി. അന്ന് പള്ളിയിൽ വരുന്നത്, ഈ റാലിക്ക് വരുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അർത്തുങ്കൽ പള്ളിയിൽ ആ നടക്ക് എത്തിയപ്പോഴും എനിക്ക് മണം വന്നു. അത് കഴിഞ്ഞ് എൻ്റെ റാലിയുടെ കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ മെസ്സേജ് നോക്കുമ്പോഴാണ് ഇവളുടെ ഒരു എക്സാം പാസ്സായി എന്നുള്ളൊരു മെസ്സേജ് ഞാൻ കണ്ടത്. അങ്ങനെ ഒത്തിരി അധികം നന്മകൾ. അതുപോലെ ഞാൻ പറഞ്ഞു, വീട്ടിൽ അമ്മ വയ്യാതിരിക്കുക, ആ അമ്മയ്ക്ക് ഈ വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടി തിളച്ച വെള്ളമാണ്. അത് ഞാനിങ്ങനെ ഇറക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിലേക്കും കാലിലേക്കും ആ വെള്ളം വീണ് എൻ്റെ കാലൊക്കെ പൊള്ളി. അപ്പോൾ ഞാനിങ്ങനെ വേഗം പോയി പൈപ്പിൻ്റെ താഴെ ഫ്ലോയിങ് വാട്ടറിൻ്റെ അടിയിൽ കാല് വെച്ചു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഇതൊക്കെ ചെയ്യണേ, എൻ്റെ അടുത്ത് തൈലം ഉണ്ടല്ലോ. ഞാൻ വേഗം തന്നെ എടുത്ത തൈലം 2 നേരം അപ്ലൈ ചെയ്തുള്ളൂ. ഒരു പാടോ വീർക്കയോ ഒന്നും ഉണ്ടായില്ല. ആ തിളച്ച വെള്ളം വീണിട്ട് ഒന്നും സംഭവിച്ചില്ല. അതുപോലെ അമ്മയ്ക്കും വയസ്സായതാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വയ്യായ്ക വരും, പനി ചുമയൊക്കെ വരുമ്പോൾ ഭയങ്കര ശക്തിയായിട്ടുള്ള ചുമ വരും, യൂറിൻ പാസ്സാവും, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അമ്മയ്ക്ക്. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വല്ലാതെ ചുമയ്ക്കുന്ന കണ്ടപ്പോൾ മരുന്നൊന്നും കൊടുത്തിട്ട് മാറുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആകെ മുഷിഞ്ഞിരിക്കുകയാണ്, യൂറിനൊക്കെ പോയി കുളിപ്പിച്ച് തലമേലൊക്കെ നന്നായി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനെ വിളിച്ചിട്ടുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ തലയിൽ തൈലം അങ്ങോട്ട് പുരട്ടി, ഒരു 3 ഡ്രോപ്പ് തൈലെടുത്ത് പുരട്ടി. അത്ഭുതമായിട്ട് പറയാമല്ലോ, അമ്മയുടെ ചുമ അതോടെ മാറി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ വീട്ടിലിപ്പോൾ ഡെയിലി ഉപ്പ് അല്പം കറിയിലായാലും ചോറിലായാലും ഒരു പിഞ്ച് ഞാൻ ഉപയോഗിക്കും. കുട്ടികൾക്കൊക്കെ തേൻ കൊടുക്കും. മക്കളും എക്സാമിന് പോകുമ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ. അതുപോലെ ഡെയിലി മോർണിംഗിൽ ഡെയിലി ബ്രെഡ് രാവിലെ. അപ്പോൾ വൈകിട്ട് എന്തായാലും എല്ലാ പണികളും കഴിയുമ്പോൾ 9:30-10 മണിയാവും. അപ്പോൾ ആ സമയത്ത് ക്ഷീണാവും, പ്രാർത്ഥന അച്ഛൻ പറഞ്ഞ പോലെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക, മാതാവിൻ്റെ അടുത്തായിരിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കണ്ടെത്തിയ സമയം നേരത്തെ എണീക്കുക. 5 മണി എന്നുള്ളത് 3:30 ആക്കി. 3:30 എണീക്കും. എണീറ്റ ഉടനെ ജപമാല, ഡെയിലി ബ്രെഡ് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചൊല്ലും, ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞ് കിച്ചണിൽ പോവും. അത് കഴിഞ്ഞ് വീണ്ടും 5:30 അച്ഛൻ്റെ ഓൺലൈൻ ഡെയിലി ബ്രെഡിൽ ഞാനും ഹസ്ബൻഡും അമ്മയും എല്ലാവരും വീട്ടിലുള്ള ഞങ്ങൾ 3 പേര് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് തയ്യലെടുത്ത് മക്കളുടെയും അമ്മയുടെയൊക്കെ നെറ്റിയിൽ ചാർത്തി കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള പണികൾ തുടങ്ങുള്ളൂ. അതുപോലെ വൈകിട്ടും
കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മളുടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് എല്ലാ കുടുംബ പ്രാർത്ഥനയിലും അറ്റൻഡ് ചെയ്യണ മക്കൾക്കൊക്കെയും തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ആ പൂർണ്ണ സംരക്ഷണം നേടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ അന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത്. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും അന്ന് തൊട്ട് ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും പങ്കുകൊള്ളും. ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി സ്റ്റാറ്റസ് ഇടും, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. സാക്ഷ്യങ്ങൾ ഡെയിലി കിച്ചണിൽ നിൽക്കുന്ന ആ ഫുൾ ടൈം, വൈകിട്ടും രാവിലെയും കിച്ചണിലാണല്ലോ, ആ ഫുൾ ടൈം സാക്ഷിയാണ്. അതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും. അതിൽ ആർക്കും തോന്നിയത് നല്ലത് തോന്നുന്നു അത് അവർക്ക് അയച്ചു കൊടുക്കും. അതുപോലെ ഉപവാസം, അതിപ്പം അച്ഛൻ ഒരു ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നമ്മൾ ഒരു ദിവസം കൂടി എക്സ്ട്രാ നമ്മളുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ അധികം അങ്ങനെ അങ്ങോട്ട് പോയി ചെയ്യണം. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ നമ്മുടെ മറ്റുള്ള ആലയങ്ങളിൽ പോവും. നമ്മുടെ ശമ്പളത്തിൽ ചെറിയൊരു ശമ്പളമാണ്, അതിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കൊടുക്കും. അതുപോലെ നമ്മളുടെ ഇടയിലുള്ള സ്റ്റാഫുകൾ വയ്യാതെ കിടക്കുന്നുണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ പോയി അവർക്ക് എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് മാതാവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അങ്ങനെ 1-2 പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വിഹിതം നമ്മൾ എല്ലായ്പ്പോഴും അവർക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തു വരുന്നു. ഇനിയും ഒരുപാട് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇനിയും വരും. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇനിയും വന്ന് ഇവിടെ സാക്ഷ്യം പറയും. എല്ലാ നന്മകൾക്കും, അമ്മ തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും എന്നും ഉടമ്പടിയിലായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, എല്ലാം നന്ദി. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വചനം പറയുന്ന പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. ഈ മകൾക്ക് സാധ്യമായ കാര്യം ആണ് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ മോള് 20 ക്വസ്റ്റ്യൻസാണ് ലെഫ്റ്റ് ചെയ്തത്. അത് വീണ്ടും എഴുതിയപ്പോൾ അതിനകത്ത് ഒരു മാർക്ക് മിസ്സായതെങ്കിൽ മോള് റിസൾട്ട് കിട്ടില്ലായിരുന്നു, നല്ലൊരു റിസൾട്ട് കിട്ടില്ലായിരുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് കൂടെയുള്ളത്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ മകൾക്ക് മൈക്രോസോഫ്റ്റ് എക്സാമിൽ 2 എക്സാമിൽ നല്ല റിസൾട്ട് നൽകി ഈ മകൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഈ മകൾക്കൊരു നല്ല ജോലിയുമാണ് നൽകിയത്. കൂടെയുള്ള കർത്താവ്, മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം വചനം പറയുന്നത് നമ്മുടെ ഓരോ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് അശ്വർ ക്ലൗഡ് അനലിസ്റ്റായിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നത്. അതും ഈശോയുടെ ഒരു വലിയ കൃപയാണ്, വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെയുള്ളപ്പോൾ നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുമെന്ന ഒരു ഉടമ്പടി വാഗ്ദാനമാണ് നമ്മുടെ ഒപ്പമുള്ളത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും, നിൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയുമെന്ന സുഭാഷിതം പറയുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഫലം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനത്തിൽ നാം ഓരോരുത്തരും വരുമ്പോൾ കൂടെ നാം ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ധൈര്യം നൽകുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവാനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഫ്രണ്ട്സിക്കും അലീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. മാതാവാണ് എന്നെ വീണ്ടും മാതാവിൻ്റെ സന്നിധിയിൽ ജീവനോടെ എത്തിച്ചത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 25-നാണ്. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പനി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കും, വീണ്ടും പനി വരും. ഇത് തന്നെയായിരുന്നു. ഇമ്മ്യൂണിറ്റി, പ്രതിരോധം തീരെ ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മദർ-ഇൻ-ലോ പറഞ്ഞു, ഓൾറെഡി അമ്മച്ചി ഉടമ്പടി എടുക്കുന്ന ആളായിരുന്നു. അസുഖം മാറാണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കൃപാസനമൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. കുഞ്ഞുനാൾ തൊട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ മുറിയിലുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും കൂട്ടുകാരി എന്ന പോലെ ഞാൻ മാതാവിനോട് സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാതാവിനോട് ദേഷ്യപ്പെടും, കരയും, സംസാരിക്കും. ഞാനൊരു യാക്കോബിറ്റുകാരിയാണ്.
ഞങ്ങളുടെ പള്ളിയും മാതാവിൻ്റെ പള്ളി തന്നെയാണ്. അവിടെ തൊട്ട് കുഞ്ഞുനാൾ തൊട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കൃപാസനം മാതാവിനെ പറ്റി കേട്ടപ്പോൾ അത്ര വിശ്വാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അതിലേക്ക് നോക്കണം എന്നൊരു താല്പര്യം തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മദറിലോ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പനി വന്നപ്പോൾ മാറാണ്ട് വന്നപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, മോളെ നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. താല്പര്യം ഇല്ലാണ്ടായി. പിന്നെ ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്, ഞാൻ ഈ കൃപാസനത്തിലേക്ക് വിളിക്കുക. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നോട് ചോദിക്കുക, മോൾക്ക് കൃപാസനത്തെ വിശ്വാസമൊന്നുമില്ല, പുച്ഛമല്ലേ, അപ്പോൾ പിന്നെ എന്തിനാണ് മോള് ഉടമ്പടി എടുക്കുന്നത്? അങ്ങനെ ഒരു സ്വപ്നം ഞാൻ പെട്ടെന്ന് കണ്ടു. പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം, ആദ്യമായിട്ട് പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുക്കണമെന്നായിരുന്നു താല്പര്യം. അപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, ഞങ്ങൾക്ക് ഓൺലൈൻ ഉടമ്പടി സംവിധാനം ഉള്ളല്ലോ, അപ്പം ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് പ്രാർത്ഥന റിക്വസ്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ അങ്ങ് പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുത്ത് പെട്ടെന്ന് കാര്യം സാധിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടി മാത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കുകയാണ്, മാതാവിൻ്റെ നിശ്ചയം അങ്ങനെയാണ്. ഞാൻ ഉടമ്പടി എടുത്തു. അപ്പം പനി മാറാണ്ട് കുറേ കാലം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സിക്ക് ലീവൊക്കെ കുറവാണ്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവർ മീറ്റിങ്ങിന് വിളിക്കും, പിന്നെ നമ്മൾ ഫിറ്റാണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ജോലിക്ക് കയറണം. ഉടമ്പടി എടുത്തു. ഒക്ടോബർ 25 ഉടമ്പടി എടുത്തു 2024. പെട്ടെന്ന് തന്നെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് പെട്ടെന്നൊരു റിലീഫ് പോലെ തോന്നി, ശരീരത്തിനൊക്കെ ഒരു ശക്തി തിരിച്ചു വന്നതുപോലെ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് മെയിൽ അയച്ചു, ഞാൻ തിരിച്ച് ജോലിക്ക് കയറിക്കൊള്ളാം, ഞാൻ ഓക്കെ ആണോ എന്ന് പറഞ്ഞ്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കൃപാസനം മാതാവ് ഭയങ്കര പ്രത്യക്ഷമാണ്. അപ്പം തന്നെ എനിക്ക് ഒരു ഇത് തന്നു, ഒരടയാളം തന്നു. പിന്നീട് വളരെ കൃത്യമായിട്ട് പ്രാർത്ഥനകളൊക്കെ ഞാൻ കൊണ്ടുപോയി. 5:30 രാവിലെ എണീക്കും, അതിന് മുടക്കം വന്നില്ല. അതിനുശേഷം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഇന്നും പ്രാർത്ഥനയും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വന്നു. എല്ലാ ഉടമ്പടി ക്രമങ്ങളും ഫോളോ ചെയ്തു പോയി. പിന്നെ ഉടമ്പടി നിയോഗങ്ങൾ വെച്ചു, 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ ഒന്നാമത്തെ അസുഖം മാറണമെന്നും രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടാവണമെന്നാണ്. എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് 6 വയസ്സാണ് ആ സമയം. അപ്പോൾ 1 വർഷത്തോളം രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇറഗുലർ പീരിയഡ്സൊക്കെ ആയിട്ട് ഒരു ടെസ്റ്റ് റിസൾട്ട് പോലും പോസിറ്റീവ് ആകുന്നില്ല. അപ്പോൾ പതുക്കെ അതൊരു നിരാശയിലേക്ക് വന്നായിരുന്നു. അങ്ങനെ ഈ ഉടമ്പടി ആദ്യം ഞാൻ ചെയ്തപ്പോൾ രണ്ടാമത് എനിക്കൊരു കുഞ്ഞിനെ കിട്ടണമെന്ന് ഞാൻ വെച്ചു. അപ്പോൾ എല്ലാവരും സാക്ഷ്യങ്ങളിൽ പറഞ്ഞതുപോലെ മാതാവിൻ്റെ കുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ ഒരു ദിവസം നമുക്ക് തരും, ആ കുഞ്ഞ് ജനന ദിവസം മാതാവിൻ്റെ ദിവസമായിരിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം, ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കൃപാസനം ഇവിടെ മാതാവിൻ്റെ സന്നിധിയിൽ വന്നു. വരുന്നതിന് 2 ദിവസം മുമ്പ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകുന്നില്ല, ഇറഗുലർ പീരിയഡ്സ് ആണ്, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് സ്കാനിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ 6 വീക്സ് പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗം ഞാൻ മാതാവിൻ്റെ അടുത്ത് നേരിട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാതാവ് എന്നെ അറിയിച്ചു. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. വന്നു ഇവിടെ നേരിട്ട് ഉടമ്പടി ഞാൻ പുതുക്കി. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും UK പോയി. അതിനുശേഷം പ്രഗ്നൻസിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ഉഴപ്പ് കാണിച്ചു, ബൈബിൾ വായനയൊന്നും കറക്റ്റായിട്ട് ചെയ്തില്ല. അപ്പോൾ പ്രാർത്ഥനയിൽ വളരെ വീക്കായി തുടങ്ങി. അതോടുകൂടി എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. 5 മാസം പ്രഗ്നൻ്റായി കഴിഞ്ഞതിന് ശേഷം ഡയബറ്റിക് ചെക്കുണ്ട്, അവിടെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഡയബറ്റിക് ആണെന്ന് സ്ഥിരീകരിച്ചു. അതോടുകൂടി ഭക്ഷണത്തിൽ നിയന്ത്രണം വന്നു, ഇൻസുലിൻ എടുക്കേണ്ട വന്നു 2 നേരം.
അപ്പോഴല്ലേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട്, നീ ഉടമ്പടിയിൽ തിരിച്ച് നിൽക്കണം, നീ ഉടമ്പടിയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, മാതാവിന് എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞറിയാം, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടതുകൊണ്ടാണ്, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന രീതിയിൽ കൃപാസനം മാതാവിലേക്കുള്ളൊരു വിശ്വാസം എനിക്ക് ഇല്ലാണ്ടായി തുടങ്ങി പതിയെ. പ്രഗ്നൻസി ത്രൂ മുഴുവൻ ഞാൻ ഒരു പ്രാർത്ഥന ഇല്ലാണ്ട് അങ്ങ് പോയി. ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ട് പോലും എനിക്ക് തിരിച്ച് ഉടമ്പടി എടുക്കണമെന്നോ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണമെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് എൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഓഗസ്റ്റ് 31 പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡെലിവറി നോർമൽ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തതും സാധാരണ നോർമലാകും. അപ്പോൾ അവർ എന്നോട് ഓഗസ്റ്റ് 14 അഡ്മിറ്റാകാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടി ബ്രീച്ചാണ്, കുട്ടി തല തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നോർമലിന് ശ്രമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സിസേറിയൻ ആകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു വളരെ സങ്കടമായിട്ട് തോന്നി, സിസേറിയൻ ആണല്ലോ എന്നുള്ളത്. ഓഗസ്റ്റ് 14 31 എൻ്റെ കറക്റ്റ് ഡേറ്റ് കുഞ്ഞ് വരേണ്ടത്. അപ്പോൾ അവർ ഡയബറ്റിക് ആയതുകൊണ്ട് 14 സിസേറിയൻ വെച്ചു. 14 ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. പക്ഷേ അവിടെ എമർജൻസി ഒരുപാട് കേസസ് ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് അവർ സ്ലോട്ട് തരുന്നില്ല. അപ്പോൾ നമ്മളൊന്നും കഴിക്കാണ്ടൊക്കെ ഇരിക്കുകയാണ്, വളരെ വീക്കാണ്. ലാസ്റ്റ് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി സിസേറിയൻ ചെയ്യാൻ പറ്റില്ല, വേറൊരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഡേറ്റ് മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നെക്സ്റ്റ് വീക്കായിരിക്കും എനിക്ക് ഡേറ്റ് കിട്ടുന്നത്. പക്ഷേ അത് മാതാവിനൊരു നിശ്ചയം ഉണ്ടായിരുന്നു. മാതാവ് തന്ന കുഞ്ഞായതുകൊണ്ട്, ഞാൻ യോഗത്തിൽ അത് ആവശ്യപ്പെട്ടത് കൊണ്ടും മാതാവിൻ്റെ ദിവസം തന്നെ മാതാവ് അതിനു വേണ്ടി കരുതി വെച്ചു. എനിക്ക് ഓഗസ്റ്റ് 15 സിസേറിയൻ്റെ ഡേറ്റ് തന്നു. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ സെപ്റ്റംബറിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഓഗസ്റ്റ് എനിക്ക് മാതാവിൻ്റെ പെരുന്നാൾ ദിവസം തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നു. സിസേറിയൻ കഴിഞ്ഞു. പക്ഷേ സിസേറിയൻ കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ സിസ്റ്റം അനുസരിച്ച് അവർ സിസേറിയൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഭക്ഷണം തരും. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു, ഒരു 2-3 നേരം ഭക്ഷണം കഴിച്ചു. പിന്നെ ആ ദിവസം തന്നെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെൻ്റെ യൂറിൻ പോകുന്ന ട്യൂബ് എടുത്തിട്ട് യൂറിൻ പാസ് ചെയ്യാൻ ശ്രമിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര കഠിനമായ വേദന. ഞാനിങ്ങനെ അലമുറയിട്ട് കരയുമായിരുന്നു. പിന്നെ അവർ വീണ്ടും വന്ന് യൂറിൻ്റെ കത്തീറ്റർ ഇട്ടു. 16 സിസേറിയൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ചെറിയ ഉച്ച തൊട്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു വോമിറ്റിങ് തുടങ്ങി, കണ്ടിന്യൂസ് വോമിറ്റിങ്. അപ്പോൾ ഡോക്ടറെ അറിയിച്ചു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ എൻ്റെ വയറ്, നമ്മൾ ഈ എന്താ പറയുക, അനാറ്റമി ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ വരച്ച് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ എൻ്റെ ഇൻറ്റസ്റ്റൈൻ ഫുള്ള് വളരെ വീർത്ത് വന്നു. അപ്പോൾ ഹസ്ബൻഡിന് അത് കാണാൻ പറ്റുന്നു, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ വളരെ വീക്കായി തുടങ്ങി. എനിക്ക് ചെറിയ രീതിയിൽ ബോധമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. വൊമിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ബോധം തിരികെ വരുന്നത്. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, യൂറിൻ പാസ് ചെയ്യുന്നില്ല. അവർ യൂറിൻ ട്യൂബ് പിന്നെ ഇട്ടു. പിന്നെ എനിക്ക് ബാക്കിൽ അസഹനീയമായ വേദന തുടങ്ങി. അപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മുടെ ബവൽ മുറിഞ്ഞതാകാം, അപ്പോൾ നമുക്കൊരു സ്കാൻ ചെയ്യണം. അപ്പോൾ ബവലിന് മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഓപ്പറേഷൻ ചെയ്യണം, ബാക്ക് ടു തിയേറ്റർ എന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അസഹനീയമായ വേദന, ബോധം മറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ ചെറിയ കുഞ്ഞ്, അതിന് 1-2 തവണ മാത്രം ഒന്ന് ഫീഡ് ചെയ്തു. പിന്നെ പെട്ടെന്ന് ബോട്ടിൽ ഫീഡൊക്കെ അതിന് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ വേഗം സ്കാനിങ്ങിന് കൊണ്ടുപോയി.
സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പെയിനാണ്. ഇങ്ങനെ സ്ട്രെച്ചറിൽ കിടന്ന് സ്കാൻ ചെയ്യുന്ന മെഷീനിലേക്ക് കയറാൻ നേരത്ത്, അപ്പോൾ അതിനു മുമ്പ് സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇവിടുന്ന് വെഞ്ചിരിച്ച് മേടിച്ച ഒരു കൊന്തയുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കഴുത്തിലിട്ട് തന്നിട്ട് പുള്ളിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു കുഞ്ഞു കൊച്ച്, മൂത്തൊരു കൊച്ച് 6 വയസ്സ്. അപ്പോൾ ഞാൻ ഏകദേശം ഡൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് ഇങ്ങനെ വിശ്വാസപ്രമാണം, ആ കൊന്തയിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ കൊന്തയിടുന്നത് ഞാൻ കണ്ടു, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇങ്ങനെ അവർ മെഷീനിൽ, CT മെഷീനിൽ കയറ്റുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ആ കൊന്തയെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൃപാസന മാതാവാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കൃപാസന മാതാവേ, എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അവരെ വളർത്താൻ വേണ്ടിയിട്ടെങ്കിലും എനിക്ക് തിരിച്ചൊരായുസ് തരണം. ഞാൻ തിരിച്ച് അമ്മയുടെ സന്നിധിയിൽ വരാൻ വേണ്ടിയിട്ടും എനിക്കൊരു ആരോഗ്യം തരണം. എന്നെ കൈവിടരുത്, എനിക്ക് വിളിക്കാൻ വേറെ ആരുമില്ല. അപ്പോഴാണ് ശരിക്കും ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത്. നമ്മുടെ കൺട്രോളില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്നു. നമുക്കൊരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്, ഒരുപാട് സ്വന്തപ്പെട്ടവരുണ്ട്, ബന്ധുക്കളുണ്ട്, നമ്മളെല്ലാം എന്ന് കരുതുന്ന മക്കളുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് വേറെ ഒന്ന്, ഞാൻ നൊന്ത് പ്രസവിച്ച മക്കളെ പറ്റി പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടുത്തെ അമ്മയാണ്. അപ്പോൾ അപ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് തിരിച്ചു വരാനൊരു ആയുസ്, ആരോഗ്യം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് CT ചെയ്തു. CT ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. ഹസ്ബൻഡ് വളരെ ടെൻഷനിലായിരുന്നു. ഹസ്ബൻഡ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാണുള്ളത്? ആർക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ദൈവത്തിന് മാത്രമാണ്, നമ്മുടെ അമ്മയ്ക്ക് മാത്രമാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും കണ്ണുനീര് അമ്മ കണ്ടു. 2 കുഞ്ഞു മക്കളാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരാണ്ട് പറ്റില്ല. അമ്മയ്ക്കത് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് ഉത്തരം തന്നു. ഡോക്ടർ തിരിച്ചു വന്ന് ചെക്ക് ചെയ്തപ്പോൾ, CT റിപ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാക്ക് ടു തിയേറ്റർ എടുക്കണ്ട. ജോമിയുടെ ചെറിയ ബവലിന് ഒരു സ്ട്രൈക്ക് സംഭവിച്ചു, ബവലിന് മൂവ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ അത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാം. 2-3 ദിവസം ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കിൽ ട്യൂബിട്ടു. എനിക്ക് ഭക്ഷണമൊന്നും ഒരു 2-3 ദിവസത്തേക്ക് അവർ തന്നില്ല. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞിൻ്റെ സകല കാര്യങ്ങളും ഹസ്ബൻഡാണ് നോക്കിയത്. അസഹനീയമായ വേദന, ആദ്യത്തെ എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ആ ഡെലിവറിയുടെ പെയിൻ എനിക്കറിയാം. അതിലും അപ്പുറം എന്താ പറയുക, ഒരു മരണവേദനയായിരുന്നു എനിക്ക് പിന്നീട് ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടായത്. അപ്പോഴൊക്കെ ഞങ്ങൾ മാതാവിനെ മുറുക്കെ പിടിച്ചു. എൻ്റെ കയ്യിൽ ആ കൊന്തയുണ്ടായിരുന്നു. ആ കൊന്ത ഞാൻ ദിവസവും കണ്ണുനീരൊഴുക്കി ആ കിടക്കയിൽ നിന്ന് കൊന്ത ചൊല്ലുമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഛർദിയിലാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മദറിൻലോ ഞങ്ങൾക്ക് സഹായത്തിന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പ് കൊടുത്തു വിട്ടു. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. വോമിറ്റിംഗ് ആണ്, നോസിയ, വളരെ ശക്തിയായിട്ട് വോമിറ്റ് ചെയ്യുന്നു, സ്റ്റിച്ചിൻ്റെ പെയിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉപ്പ് എൻ്റെ വായിൽ, ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഹസ്ബൻഡ് ആ ഉപ്പ് വായിലിട്ട് തന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് തരുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഛർദിലുമില്ല, നോസിയയില്ല, ഒന്നുമില്ല. പെട്ടെന്നൊരു റിലീഫ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഉപ്പ് വായിലിട്ട് തന്നോ? ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ. എടി ഞാൻ വായിൽ വെച്ച് തന്നു കുറച്ച് ഉപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അറിയാലോ, നമ്മുടെ കുടലുകൾക്ക് പ്രവർത്തനം ഇല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ നിന്നൊന്നും പോകില്ല. വയറിങ്ങനെ സ്തംഭിച്ച് നിൽക്കും. വയറ്റിലേക്ക് ഭക്ഷണം കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ഈ 3 ദിവസമായിട്ട് ചെക്ക് ചെയ്യുകയാണ്, എന്തെങ്കിലും ഈ കുടലിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ. കുടലിൻ്റെ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു നിരാശയാണ്. അപ്പോൾ ഉപ്പ് തന്ന ദിവസം ഒരു നേരവും കൂടി വൈകിട്ട് എൻ്റെ വായിൽ വീണ്ടും ഉപ്പിട്ട് തന്നു. അത് ഇട്ട് തന്ന് കഴിഞ്ഞപ്പോൾ തന്നെ
എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അങ്ങനെ ബവലിൻ്റെ മൂവ്മെൻറ്റ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോയി. അപ്പോൾ ഡോക്ടേഴ്സ് അതുവരെ ചെക്ക് ചെയ്തിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഡോക്ടേഴ്സ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബവൽ മൂവ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാം ഇനി നോർമൽ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 ദിവസം 6 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്നു. പക്ഷേ അപ്പോഴൊക്കെ സംഭവിച്ച കാര്യം, ഉടമ്പടി ഞാൻ പുതുക്കുന്നില്ല. തിരിച്ച് മാതാവിലേക്കുള്ള വിശ്വാസം വന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കുന്ന കാര്യത്തിലേക്ക് വീണ്ടും എൻ്റെ മനസ്സ് പോകുന്നില്ല. കൊന്ത ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. വീണ്ടും ഡിസ്ചാർജായി വീട്ടിൽ വന്നു. 6 ദിവസത്തിന് ശേഷം വന്ന ദിവസം തന്നെ വീണ്ടും ഒരു പെയിൻ റൈറ്റ് ചെസ്റ്റിൽ തുടങ്ങി. അത് അസഹനീയമായ ഒരു വേദന. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാം ഗ്യാസൊക്കെ കയറിയതായിരിക്കും, കുഴപ്പമില്ല. അങ്ങനെ 2 ദിവസം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ നേഴ്സായതുകൊണ്ട് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അത് നിസ്സാരമായൊരു വേദനയല്ല എന്നറിയാം. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും പോകണമെന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ലങ്സിൽ ക്ലോട്ടായി. അപ്പോൾ അവർ പറഞ്ഞു 2-3 ദിവസം അഡ്മിറ്റ് ആവണം, ഒരു CT ചെയ്ത് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞുമകൻ വീട്ടിലാണ്. ഇതുപോലെ അവന് പാല് കൊടുക്കാനൊന്നും പറ്റുന്നില്ല, വളരെ പ്രതിസന്ധിയാണ്. അപ്പോൾ വീണ്ടും ഞാൻ തളർന്നു. ഇത്രയും വേദന ഒക്കെ തിന്ന് ഞാൻ തിരിച്ചു വന്നിട്ടും വീണ്ടും എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഉടമ്പടി എടുക്കാണ്ട് പറ്റില്ല, നിനക്ക് മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടാവുകയാണ്, നീ ഉടമ്പടിയിൽ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആശുപത്രി കിടക്കെ വെച്ച് വീണ്ടും അവിടെ 2ാമത് അഡ്മിറ്റായി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി. അങ്ങനെ ഉടമ്പടിയിൽ പുതുക്കി എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം. എനിക്ക് പരിമിതികളുണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ പരിമിതികളുണ്ടായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കിടക്കയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഞാൻ ചെറിയൊരു ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ആയത്. അപ്പോൾ അവിടെ CT ഒന്നും ചെയ്യാൻ എല്ലാം ഡിലേ ആകുകയാണ്. അപ്പോൾ ഇവർക്ക് കൺഫേം ചെയ്തിട്ടാണ് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതുവരെ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് പോകുകയാണ്. ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്, എന്നെ പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, എന്നെ ഡയഗ്നോസ് ചെയ്യണം, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം, എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടും വളരെ സ്ലോ ആയിട്ട് പോയ കാര്യങ്ങൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ അതിൻ്റെ മേജർ ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു. ആംബുലൻസ് പെട്ടെന്ന് വന്നു, എന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ അവർ CTയിൽ എനിക്ക് പൾമണറി എംബോളിസം എന്നാണ് പറയുന്നത്, ആ അസുഖം എനിക്ക് അവർ സ്ഥിരീകരിച്ചു. അതിനുശേഷം അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ഞാൻ അതിൽ നിയോഗം വെച്ചു, മാതാവേ ഇനിയുള്ള ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം എനിക്ക് കുറച്ച് തരണം, മക്കളെ നോക്കാനുള്ള ഒരു ആരോഗ്യം എനിക്ക് തരണം, ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യം എനിക്ക് തരണം. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒരു 3 മാസത്തോളം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ അമ്മ 2ാമത് എനിക്കൊരു ജീവൻ തന്നു. എൻ്റെ വീട്ടുകാർ, എൻ്റെ സഹോദരൻ അവിടെയുണ്ട്. അപ്പോൾ എൻ്റെ അവസ്ഥകൾ കണ്ടിട്ട് എൻ്റെ സഹോദരൻ എൻ്റെ സ്വന്തം അമ്മയെ വിളിച്ചറിയിച്ചത് നമുക്കിനി തിരിച്ച് അവളെ കിട്ടാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാത്തടുത്ത്, ആർക്കൊന്നും ചെയ്യാൻ കഴിയാത്തടുത്ത് മാതാവ് ഇടപെട്ടു, കൃപാസന മാതാവ് ഇടപെട്ടു. അങ്ങനെയാണ് 2ാമതൊരു തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴും ഇന്നും ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് തടസ്സങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റി, ഉടമ്പടി പുതുക്കാനും പറ്റി. അതെല്ലാം മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ മാതാവിലേക്കുള്ള ഒരുപാട് വിശ്വാസം വർദ്ധിച്ചു.
പിന്നെ മനുഷ്യനെന്ന നിലയിൽ ഒരുപാട് അഹങ്കാരവും ജോലിയും പണവും ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തും ജീവിതത്തിൽ നമുക്ക് നേടാം. അതെല്ലാം മാറി ദൈവം ഇടപെടേണ്ടടുത്ത് ദൈവം മാത്രമേ നമുക്ക് ഇടപെടാനുള്ളൂ. മനുഷ്യർക്ക് നമ്മളെ ഒന്നും സഹായിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ കണ്ണുനീര് കാണാൻ മാതാവിന് സാധിക്കും. മാതാവിലൂടെ അത് നമ്മുടെ യേശുവിൻ്റെ അടുത്തേക്കും നമ്മുടെ പ്രാർത്ഥനകൾ എത്തും. മാതാവ് നമ്മളെ ഒരിക്കലും കൈവിടില്ല. മാതാവ് തിരിച്ചു വന്ന് എല്ലാവരുടെയും മുമ്പിൽ ഒരു സാക്ഷ്യം പറയുവാൻ എന്നെ എത്തിച്ചേർത്തതിന് ഞാൻ ഒരുപാട് മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഞങ്ങൾ മാതാവിലേക്ക് സമർപ്പിക്കുന്നു. മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഒരുപാട് അത്യാവശ്യമാണ്. നമ്മൾ പ്രാർത്ഥനയിൽ ഒരുപാട് മുറുകെ നിൽക്കണം. ഇത്രയുമാണ് എൻ്റെ ജീവിത സാക്ഷ്യം. ഞാൻ കാരുണ്യപ്രവർത്തികൾ ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട്. ധനസഹായമാണ്, പാവപ്പെട്ടവർക്ക് മരുന്നൊക്കെ മേടിക്കാനാണ്, അത് എല്ലാ മാസവും മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അച്ഛൻ്റെ പ്രസംഗം പ്രാർത്ഥനയെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് കുഞ്ഞിനെ ലഭിച്ചതും മാതാവിൻ്റെ നിയോഗപ്രകാരമാണ് എന്നുള്ളത് അതിനുള്ള തെളിവും ഞങ്ങൾക്ക് കിട്ടി. മാതാവിൻ്റെ ദിവസം തന്നെ ഞങ്ങൾക്ക് തന്നു ഒരു കുഞ്ഞിനെ. അപ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള പ്രേക്ഷിത വേല. അങ്ങനെയും ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര അടയാളങ്ങൾ ലഭിച്ചു എന്നുള്ളത്. എല്ലാത്തിനും ഞങ്ങൾ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നിപിൻ. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഈ ജോമിയ ആശുപത്രി കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ വന്നത് അമ്മച്ചി കൊണ്ടുവന്ന കൊന്തയും കാശുരൂപമായിരുന്നു. ഒരു കയ്യിൽ കുഞ്ഞു കൊച്ചും ഒരു സൈഡിൽ ഇവളും കിടക്കും. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. CT രണ്ടാമത് റീഓപ്പൺ ചെയ്യണമെന്ന് ഡോക്ടർ വന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിലിരുന്ന കൊന്ത ഞാൻ അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്തു. അവളത് അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതാണ് എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് വന്ന് പറയാണ് റീഓപ്പൺ ചെയ്യണ്ട, നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ ഭേദപ്പെടുത്താൻ പറ്റും. ജോമിയനെ തിരിച്ചു തന്നതിൽ ഞാൻ മാതാവിനോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മാതാവിനോടും തിരുക്കുമാരനോടും അകമഴിഞ്ഞ് നന്ദി കടപ്പാടും എന്നും എനിക്കുണ്ടാവും. യെശയ്യാ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. ജോമയുടെ സാക്ഷ്യം എന്നതിനേക്കാൾ ഉപരി ഒരു പരസ്യ കുമ്പസാരമാണ് ഈ അൾത്താരയിൽ മകൾ നടത്തിയത്. ജീവിത പങ്കാളി വാക്കുകൾ കൊണ്ട് പറയുവാനാവാത്ത വിധം അവൻ്റെ മനസ്സ് മുഴുവനും വൈകാരികത കൊണ്ട് നിറയുമ്പോൾ ഒന്നു മാത്രമേ ദൈവത്തോട് പറയാനുള്ളൂ: എൻ്റെ പങ്കാളിയെ തിരികെ നൽകിയതിന് ദൈവത്തിനൊരായിരം നന്ദി, അമ്മ മാതാവിന് 1000 നന്ദി എന്ന്. നമ്മൾ ഉടമ്പടിയിലാണോ? ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും അമ്മ ചേർത്ത് പിടിക്കും. ആർക്കും ഉത്തരമില്ലാത്തത്, ആരും കണ്ടെത്താത്തത്, ആർക്കും പരിഹാരമില്ലെന്ന് നമ്മോട് പറയുന്നത്, അതിന് ദൈവശക്തിയാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ പരിഹാരം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കും. ആ സംരക്ഷണത്തിനാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ നന്ദി പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുവാൻ പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ അൾത്താരയിൽ മാതാവ് നിർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ ജപമാല രാജ്ഞി ദേവാലയം കുടയാലിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2025 10/3 ഇവിടെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത്. 2023 ഞാൻ ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് എനിക്ക് അപ്പോയിൻമെൻ്റ് ആയി. ബട്ട് അത് എനിക്ക് അപ്രൂവൽ ആയിരുന്നില്ല. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്രൂവൽ ആകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന ഭാഗമായിട്ട് എൻ്റെ പേപ്പറുകൾ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എൻ്റെ 1ാമത്തെ ഉടമ്പടി കഴിഞ്ഞു. 2ാമത്തെ ഉടമ്പടി വന്ന് ഞാൻ പുതുക്കി.
രണ്ടാമത്തെ ഉടമ്പടി വന്ന് പുതുക്കിയപ്പോൾ എൻ്റെ പേപ്പറെല്ലാം ഡി ഓഫീസിലിരുന്നത് പെട്ടെന്ന് തന്നെ സി ഓഫീസിലോട്ട് പോവുകയും അവിടെ പോയപ്പോൾ ഒരു തടസ്സമായിട്ട് നിന്നത് എൻ്റെ തമിഴ് എക്സാം ആയിരുന്നു. അതൊരു ഡിപ്പാർട്ട്മെൻ്റൽ എക്സാമാണ്, PSC എക്സാം പോലെ തന്നെ ഭയങ്കര കഷ്ടമുള്ള എക്സാമാണ്. അത് ഞാൻ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തെങ്കിലും റിട്ടേൺ കിട്ടി. എനിക്ക് വൈവേ ഞാൻ ഇങ്ങനെ ഫെയിലായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഇങ്ങനെ കഷ്ടമായിരുന്നു. 2.5 വർഷമായി സാലറി ആകുന്നില്ല, എല്ലാവരും ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഫെബ്രുവരി 12-ാം തീയതി എൻ്റെ പിറന്നാളാണ്, അപ്പോൾ എനിക്ക് പിറന്നാൾ ഗിഫ്റ്റായിട്ട് നീ എന്തെങ്കിലും തരണം. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു, തമിഴ് എക്സാം ഞാൻ പാസ്സായതിന് ശേഷമാണ് എനിക്ക് അപ്രൂവൽ ആകുന്നതെങ്കിൽ എല്ലാവരും പറയും ഇത് തമിഴ് എക്സാം പാസ്സായത് കൊണ്ടാണ് അപ്രൂവൽ ആയതെന്ന്. ബട്ട് തമിഴ് എക്സാം പാസ്സാകാണ്ട് ഞാൻ അപ്രൂവൽ ആവുകയാണെങ്കിൽ അതൊരു മാതാവിൻ്റെ വലിയൊരു അടയാളമായിരിക്കും എൻ്റെ ജീവിതത്തിൽ. ഞാൻ മാതാവിന് എന്നും കടപ്പെട്ടവളായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫെബ്രുവരി 11-ാം തീയതി വൈകിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് അപ്രൂവലായി. 12-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ വന്നു. എൻ്റെ മാതാവ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ തന്നെ. അങ്ങനെ ഇരിക്കെ എനിക്ക് അപ്രൂവലായി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫസ്റ്റ് സാലറി വന്നിട്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുപോയിക്കൊള്ളൂ, അതിനുശേഷമേ എൻ്റെ സാലറിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് കൊണ്ടുവന്ന് എൻ്റെ ഫസ്റ്റ് സാലറി മൊത്തവും എൻ്റെ മാതാവിന് കൊണ്ടുപോയി കൊടുത്തു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ തമിഴ് എക്സാം ആയിരുന്നു. തമിഴ് എക്സാമിന് ഞാനിങ്ങനെ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു, ഫെയിലായി. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് വീണ്ടും എക്സാം എഴുതാൻ പോയി. ഫെബ്രുവരി 19-ാം തീയതി ആയിരുന്നു എക്സാം നടത്തുന്നത് കലക്ട്രേറ്റിലാണ്. ഭയങ്കര ടഫായിരിക്കും. പഴയ ഈ പ്രമാണങ്ങൾ, തമിഴ് പ്രമാണങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് വായിക്കാൻ തരുന്നത്. ഭയങ്കര ടെൻഷനുള്ളൊരു എക്സാം ആയിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയും ഈ എക്സാം എനിക്ക് പാസ്സായേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മെഴുകുതിരിയെല്ലാം കത്തിച്ച് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഉപ്പും തൈലവും എല്ലാം പൂശി ഞാൻ എക്സാം ഹാളിലേക്ക് പോയി. എക്സാം ഹാളിലേക്ക് പോയപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും വേറെ പലതും വായിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ തമിഴ് പത്രമായിരുന്നു. ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു, ബൈബിളും തമിഴ് പത്രവും ഇങ്ങനെ മാറി മാറി വായിച്ചുകൊണ്ടിരുന്നു. എക്സാം ഹാളിൻ്റെ പുറത്ത് ഉടമ്പടിയുടെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം ഹാളിൽ കയറി. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞു, മാതാവേ അവിടെ പോകുമ്പോൾ നിൻ്റെ സാന്നിധ്യം എനിക്ക് അറിയണം, അതിന് നീ എന്തെങ്കിലും ഒരു അടയാളമായിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ അവിടെ എൻ്റെ എക്സാമിനർ ഒരു നീല കളർ സാരിയൊക്കെ കൊടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വർഷത്തേക്കാളും എക്സാം നല്ല ഈസി ആയിരുന്നു. ഞാൻ ദൈവഭാഗ്യം കൊണ്ട് മാതാവിൻ്റെ കരുണ കൊണ്ട് ഞാൻ എക്സാമിന് പാസ്സായി. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തപ്പം ഞാൻ ഉടമ്പടിയിൽ വച്ചിരുന്നു എൻ്റെ ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു ഭവനം. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പുതുക്കലിന് ശേഷം അവൾ വീട് വാങ്ങിക്കുന്ന വീട്ടിലേക്ക് പോവുകയും അതിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു വീട് വാങ്ങാനായിട്ട് സാധിച്ചു. അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് ലൈഫിൽ തന്നു. ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് ഫുഡ് ഞാനും എൻ്റെ അമ്മയും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ വഴിയോരത്തിരിക്കുന്നവർക്കെല്ലാം കൊണ്ട് ഈ പൊതിച്ചോറ് ആഹാരമായിട്ട് കൊടുക്കുമായിരുന്നു. അതൊരു വലിയ ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമായിരുന്നു. അറിയാത്തൊരു വ്യക്തിക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ പാചകം ചെയ്ത് അവരുടെ മുഖത്തുണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കണ്ട് കഴിയുന്ന രീതിയിലെല്ലാം സാമ്പത്തിക സഹായം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ വീടിനടുത്ത് മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളുള്ള ഒരു അനാഥാലയമുണ്ട്. ആർക്കും വേണ്ടാത്ത പിള്ളേരെ കൊണ്ട് അവിടെ ഇടുന്നതാണ്. അവിടെ ഞങ്ങൾ പോവുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുകയും ഞങ്ങൾക്ക് അവിടെ നിന്ന് കാശ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുക്കുകയും മാതാവിൻ്റെ കാര്യങ്ങൾ പലരോടും പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ 1-2 കൂട്ടുകാരികൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരുടെ നിയോഗങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതമായിട്ട് ഞാൻ പണ്ട് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നു, സൺഡേസ് ക്ലാസ്സിന് പോകുന്നു, MCAവിന് പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോകും, കുർബാന കൂടിയതിനു ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിനുശേഷം വന്ന് വൈകിട്ടുള്ള പ്രാർത്ഥനയിലായാലും മാതാവ് എന്നെ ഒരുപാട് താങ്ങി. വൈകിട്ട് ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കുടുംബ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്.
കുമ്പസാരിക്കാറുണ്ട്. കഴിയുന്നിടത്തോളം തന്നെ ഈശോയോടും മാതാവിനോടും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഒരു ലൈഫിലോട്ട് ഞങ്ങളുടെ ജീവിതം മാറി. ഇത്രയും തന്ന മാതാവിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. സങ്കീർത്തനം 145:14 ദൈവകൃപ നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു വലിയ മാർഗമാണ്, ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങൾ നേരിടുവാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാനുമുള്ള ഒരു വലിയ ഒരു മാർഗമാണ് ഉടമ്പടി. പരിശുദ്ധ അമ്മ മക്കളെപ്പോലെ നമ്മെ ഓരോരുത്തരെയും കൈവിടാതെ കരം പിടിച്ചുകൊണ്ടാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങളും കാനായിലെ വിവാഹ വിരുന്നിൽ സംഭവിച്ചതുപോലെ തന്നെ അമ്മയാണ് ഈശോയോട് ചെന്ന് പറയുന്നത്, മകൾക്ക് ജോലിയില്ല, വിവാഹം തടസ്സമുണ്ട്, കടബാധ്യതയുണ്ട്, രോഗാവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യവും, നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. ഈശോയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഓരോരുത്തരും ഉടമ്പടിയിലൂടെ നമുക്കറിയാം, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും കനിഞ്ഞ് നൽകുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങൾ ഇന്നും വെളിപ്പെടുത്തുന്നത്. ജീന എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2.5 വർഷത്തോളം ഒരു ഹൈസ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്തു. സാലറി ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നീടാണ് കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ മകളോട് പറഞ്ഞിരുന്നത്, തമിഴ് എക്സാം പാസ്സായാൽ മാത്രമേ ഒരു പെർമനൻറ്റ് ജോലി കിട്ടുകയുള്ളൂ, സാലറി കിട്ടുകയുള്ളൂ എന്നാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾ പരിശുദ്ധ അമ്മയോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ചോദിച്ചത്. അതായത് ഫെബ്രുവരി 12 ഈ മകളുടെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റായിട്ട് അമ്മ എനിക്ക് ജോലി തരണമെന്നാണ്. കാരണം തമിഴ് എക്സാം പാസ്സായി ജയിച്ചിട്ട് കിട്ടുവാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് കിട്ടേണ്ട ജോലിയാണ്. പക്ഷെങ്കിൽ തമിഴ് എക്സാം ഇല്ലാതെ അമ്മ എനിക്ക് ഇതിൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തരണമെന്നാണ് ഈ മകൾ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച്. അതിൻ്റെ ഫലമായിട്ട് ഫെബ്രുവരി 12 തന്നെ ആ മകളുടെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ കൃപയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും കനി നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ മകളുടെ ജീവിതത്തിൽ ഈ വലിയ അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ നല്ല സാലറിയിൽ ജോലി ചെയ്യുന്നു. 2.5 വർഷത്തോളം സാലറി ഇല്ലാതെ ജോലി ചെയ്ത ഈ മകൾ ആദ്യത്തെ മുഴുവൻ സാലറി വിഡോസ് ഓഫറിങ്, അതായത് വിധവയുടെ സമർപ്പണം പോലെയാണ് ആ മുഴുവൻ കാശും ഈശോയുടെ അമ്മയുടെയും സന്നിധിയിൽ വന്ന് അമ്മയ്ക്ക് സമർപ്പിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ഈ മകളുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാവാം. അത് ഒരുപക്ഷെ ദൈവത്തിന് സ്നേഹവും നന്ദിയും പ്രകാശിപ്പിക്കാൻ ഈ മകൾ തിരഞ്ഞെടുത്ത ഒരു വഴിയാകാം. പക്ഷെങ്കിൽ 2.5 വർഷത്തോളം ജോലിയിൽ സാലറി ഇല്ലായിരുന്ന ഈ മകളുടെ കയ്യിൽ നമുക്കറിയാം, കയ്യിൽ ക്യാഷൊന്നുമില്ല. പക്ഷെങ്കിൽ കിട്ടിയ ക്യാഷ് അത് അമ്മയ്ക്ക് കൊടുത്തെങ്കിൽ ആ മകളുടെ വിശേഷവിധിയായിട്ട് അമ്മയോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിച്ചതാവാം എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നീടുണ്ടായിരുന്നത് തമിഴ് എക്സാം ആയിരുന്നു. ആ എക്സാമിൻ്റെ സമയത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് കാണുവാൻ സാധിച്ചത്. ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നവരിൽ ഒരു ബ്ലൂ കളർ സാരി ഉടുത്ത് ഒരു ഇൻവിജിലേറ്ററെ കണ്ടു. അപ്പോൾ അമ്മയുടെ പ്രസൻസ്, അതായത് കൃപാസന അമ്മയുടെ പ്രസൻസാണ് ജീനയ്ക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ആ അമ്മയുടെ സാമീപ്യം കൊണ്ട് തമിഴ് എക്സാം നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിച്ചു, പരീക്ഷ എഴുതാൻ സാധിച്ചു എന്നാണ്. കാരണം എല്ലാവരും പരീക്ഷയുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൾ തമിഴ് കൃപാസനം പത്രമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അത് ഈ പരീക്ഷ ജയിച്ചെങ്കിൽ എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ ഒരു വലിയ ഗ്രേസാണ്. അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ അനുഗ്രഹവും ഈശോയുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ, ഈശോയുടെ സാന്നിധ്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. സോ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ചേച്ചിക്കുണ്ടായിരുന്ന ഒരു ഭവനം വലിയൊരു ആഗ്രഹമായിരുന്നു. വർഷങ്ങളോളം ആഗ്രഹിച്ച ഒരാഗ്രഹം, ചേച്ചിക്കൊരു ഭവനം കിട്ടണമെന്ന്. അതും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞനിയത്തിയാണ് നിയോഗമായിട്ട് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് പെട്ടെന്ന് ഒരു ഭവനം ലഭിക്കുകയും അതും ദൈവകൃപയാലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എല്ലാ കാര്യത്തിലും
ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നപ്പോൾ പിന്നെ ഈ മകൾ പറഞ്ഞത് ആത്മീയ ജീവിതവും നല്ല രീതിയിൽ ആത്മീയമായിട്ടും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാ രീതിയിലും കൂടുതൽ തീക്ഷ്ണതയോടെയാണ് ഉടമ്പടി ജീവിതം നയിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾ ഇന്ന് നല്ലൊരു ടീച്ചേഴ്സ് ഹയർ സെക്കൻഡറി ടീച്ചറിൻ്റെ പോസ്റ്റുമായിട്ടും എല്ലാ ദിവസവും ദൈവത്തോട് ചേർന്ന് നിന്നതിൻ്റെ ഫലമായിട്ട് ഈ മകൾ ഇന്ന് ദൈവത്തിന് നന്ദി പറയാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്ന ദൈവമാണ്, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. സാലറി ഇല്ലാതെ ജോലി ചെയ്യുമ്പോഴും പരാജയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും ഏത് മാർഗ്ഗമാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് കരുതുമ്പോഴെല്ലാം ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് സുബിമോൾ. ഞാൻ ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് ഫെറോന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഒക്ടോബർ മാസമാണ് ഉടമ്പടി എടുത്തത്. 15 തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാൻ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ട് ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുതം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് 2022 സെപ്റ്റംബർ മാസത്തിലാണ് പ്രൊമോഷൻ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ട് ലഭിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ വിജിലൻസ് എൻക്വയറി ഉള്ളതുകൊണ്ട് 5 വിജിലൻസ് എൻക്വയറി ഉള്ളതുകൊണ്ട് എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ തടസ്സം നേരിട്ടു. അതായത് വിജിലൻസ് ഓഫീസിൽ പരിശോധിക്കാൻ വരുമ്പോൾ നമ്മൾ രജിസ്റ്റർ ക്ലിയർ അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് മുമ്പുള്ളവർ ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും വിജിലൻസ് എൻക്വയറി ഉണ്ടാകും. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മേൽ 5 വിജിലൻസ് എൻക്വയറി ഉള്ളതുകൊണ്ട് എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കാലതാമസപ്പെട്ടു. 2026 ജനുവരി മാസമായിട്ടും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ പരിശുദ്ധ അമ്മയോട് കൃപാസനം മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അത് ജനുവരി മാസത്തിലാണ്. ജനുവരി മാസം 22-ാം തീയതിയായിരുന്നു. അപ്പോൾ ഫെബ്രുവരി ആയപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാമെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, വിജിലൻസ് എൻക്വയറി പ്രശ്നമില്ല എന്ന് പറഞ്ഞു എന്നെ അറിയിച്ചു. ഫെബ്രുവരി മാസം എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കിട്ടി. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ പ്രേക്ഷിത വേലയായിട്ട് ചെയ്യുന്നത് ഉടമ്പടി പത്രം വാങ്ങിക്കൊണ്ടുപോയി മെഡിക്കൽ കോളേജുകളിലാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. കൂടാതെ എൻ്റെ ഓഫീസിലും ഞാൻ ജോലി ചെയ്യുന്നിടത്തും ഞാൻ യാത്രയിലെല്ലാം ദൈവത്തെ പ്രഘോഷിക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ദശാംശം മറ്റുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിനും വീട് വയ്ക്കുന്നതിനും കല്യാണങ്ങൾക്കും മറ്റ് അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ സഹായിക്കുന്നതിനുമായി ഞങ്ങൾ നൽകാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടാതെ മാതാവിനോട് ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്നു. മാതാവിനോട് ചോദിച്ച്, ഈശോയോടും മാതാവിനോടും ചോദിച്ച് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യവും ചെയ്യുള്ളൂ. ഡെയിലി മാതാവ് നയിക്കുന്ന ഒരു അനുഭവം, എൻ്റെ മാതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഞാൻ എന്ത് കാര്യവും മാതാവിനോട് ചോദിക്കാതെ ഒരു കാര്യവും ഞാൻ ജീവിതത്തിൽ ചെയ്യാറില്ല. മാതാവും ഈശോയും തന്നെ ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞങ്ങളുടെ 2ാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഗ്രഹത്തെക്കുറിച്ചിട്ടാണ്. ഞങ്ങൾ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾ 2 പേരും പ്രത്യേകം ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ 2024 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഏതാണ്ട് ഒരു 2022 മുതൽ ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം സാമാന്യം നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു 5-ാം തീയതി ആകുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും തീരും. പിന്നീട് ഞങ്ങൾക്ക് ബാക്കി 25 ദിവസവും ജീവിച്ചു പോകണമെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങേണ്ട അവസ്ഥയാണ്. ആരെങ്കിലുമൊക്കെ കടം വാങ്ങി ഞങ്ങൾ മാസം തികഞ്ഞു പോവുകയാണ്. കിട്ടേണ്ട പൈസ ഞങ്ങൾക്ക് സമയത്തൊരിക്കലും കിട്ടാറില്ല. എന്നാൽ കൊടുക്കേണ്ട പൈസ ഞങ്ങൾ കൊടുക്കേണ്ടതിലധികമായും കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിരുന്നത് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ 2025 6-ാം മാസം ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് വാങ്ങുകയുണ്ടായി. അന്ന് അച്ഛൻ വലിയ
സന്തോഷത്തോടുകൂടി എന്നെ അനുഗ്രഹിച്ച് വിട്ടു. ഒരു കാശ് രൂപം തന്ന് എനിക്ക് വിട്ടു. ഞാൻ ആ കാശ് രൂപം ഞാൻ എൻ്റെ മൊബൈലിനോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൊബൈലിലൂടെയാണ് നമ്മൾ ഇന്ന് സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നത്. ഞാനത് മൊബൈലിൻ്റെ ഭാഗമാക്കി ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. അതിനുശേഷം ഞാൻ 2024 ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് പ്രാർത്ഥിച്ച ഒരച്ഛൻ പറഞ്ഞിരുന്നത് 4 വർഷം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുമെന്നാണ്. ഇതിപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒരു 9 മാസമാകുമ്പോൾ ഇന്ന് എൻ്റെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി സാമ്പത്തികമായ യാതൊരു പ്രതിസന്ധിയുമില്ലാത്ത ഒരവസരത്തിലേക്ക് ഞങ്ങളെ സമയച്ചുരുക്കത്തിൻ്റെ കൃപാസന മാതാവ് എത്തിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സാമ്പത്തികവും മറ്റു രീതിയിലുള്ള എല്ലാ വൈഫ് പറഞ്ഞു, ഞങ്ങൾ ഏത് തീരുമാനമെടുക്കുമ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഉള്ള വലിയ ഒരു ആലോചന ചോദിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ തീരുമാനം എടുക്കാറുള്ളത്. അതിന് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സഹായം കിട്ടിയത് ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം കൃത്യമായി എഴുതി വെച്ച് അത് ആദ്യം മാറ്റി വെച്ചിട്ട് അതിന് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ ചിലവിനായിട്ട് ഒരു പൈസ പോലും ചിലവഴിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഞങ്ങൾക്ക് ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടിയും അത് ചെയ്യാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ വലിയ സഹായത്താലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം ഞങ്ങളുടെ പ്രേക്ഷിത വേലയാണ്. പ്രേക്ഷിത വേലയിൽ ഞങ്ങൾ പത്രം വാങ്ങിച്ചാൽ ഏതാണ്ട് ഒരു 6 കെട്ട് പത്രം ഉണ്ടാകും. ഞങ്ങളുടെ 2 പേരുടെയും കൂടെ 6 കെട്ട് പത്രവും ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകളിൽ അവിടെ ചെല്ലുമ്പോൾ രോഗികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരത് തട്ടിപ്പറിച്ചു കൊണ്ട് പോകുന്നത് പോലെയാണ് വാങ്ങിച്ചുകൊണ്ട് പോവുക. ഏതാണ്ട് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഈ 6 കെട്ട് പത്രവും കൊടുത്തു തീരും. അത്രയ്ക്ക് ആവേശത്തോടു കൂടിയാണ് ഈ പത്രം കൊണ്ട് ചെല്ലുമ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ വ്യക്തിപരമായ പ്രവർത്തന മേഖലകളിൽ, ജോലി മേഖലകളിൽ ഞങ്ങൾ കാണുന്നവരെല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുപ്പിക്കുവാനായിട്ട്. ചിലരൊക്കെ പറയും ഉടമ്പടി എടുത്താൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുമോ? എപ്പോഴും ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഉടമ്പടി എടുത്ത് അത് പാലിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ സഹായത്താലാണ്. നമ്മുടെ മെറിറ്റ് കൊണ്ട് നമുക്ക് ഉടമ്പടി പാലിക്കാനായിട്ട്, ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും അനേകർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഞങ്ങളുടെ ആത്മീയ ബോധ്യം കിട്ടിയിട്ടുള്ളത്, അതായത് നിത്യതയിലേക്കുള്ള ഞങ്ങളുടെ പങ്കാളിയാണ് പരിശുദ്ധ അമ്മ. ഒരു കൂട്ട്, നമുക്ക് നിത്യതയിലേക്ക് പോകാൻ ഉറപ്പുള്ള ഒരു പങ്കാളി, നിത്യതയിൽ നമ്മെ എത്തിക്കുമെന്നുള്ള ഉറപ്പുള്ള പങ്കാളിയായിട്ടാണ് ഞങ്ങൾ പരിശുദ്ധ അമ്മയെ കാണുന്നത്. ഈ വലിയ അനുഗ്രഹങ്ങൾ നൽകിയ രണ്ടാമതും ഈ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ കോടാനുകോടി നന്ദി പറയുന്നു. സുഭാഷിതങ്ങൾ 19:17 ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. സുബിമോൾ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ആൻ്റണി ജോണും അവരുടെ ജീവിതം കടന്നുപോയ ക്ലേശകരമായ സാഹചര്യങ്ങളിൽ പരിശുദ്ധമ്മയിലൂടെ ലഭിച്ച സവിശേഷമായ സംരക്ഷണവും പ്രശ്നങ്ങളുടെ പരിഹാരവും എങ്ങനെയെന്ന് അമ്മയുടെ തിരുവൾത്താരയിൽ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. സുബിമോൾക്ക് പ്രൊമോഷൻ ഡിക്ലെയർ ചെയ്ത് ആ ജോലി സംബന്ധമായിട്ടുണ്ടായിരുന്ന എല്ലാ ക്ലേശങ്ങളും മാറിയത് അത് ഗവൺമെൻറ്റിൻ്റെ നിയമത്താലല്ല, ദൈവശക്തിയുടെ ഇടപെടലിനാൽ അത് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി പുതുക്കിയതിന് പ്രകാരം ആ ഒരു നിയോഗം വേഗത്തിൽ സാധിച്ചു കിട്ടിയതിനെ സമയച്ചുരുക്ക മാതാവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. 5 വിജിലൻസ് കേസുകൾ കാരണം ഒന്നിനു പിറകെ ഒന്നായി പ്രൊമോഷൻ കാര്യങ്ങൾ ഏറെ തടസ്സപ്പെട്ട് കിടന്നത്, അതിൻ്റെ ആ വിജിലൻസ് കേസുകൾ പൂർണ്ണമായി തീരാതെ പ്രത്യേകമായിട്ട് അമ്മ മാതാവ് ഇടപെട്ട് ആ ഡിക്ലറേഷൻ ലഭിച്ചതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തത് ജീവിത പങ്കാളി ആൻ്റണി ജോണിനുണ്ടായിരുന്ന ബാധ്യതകൾ, കിട്ടാനുള്ള പണം കിട്ടാതെയും കൊടുക്കാനുള്ളത് എപ്പോഴും ശമ്പളം കിട്ടിയാൽ പോലും തികയാതെ വരുന്ന വിധത്തിൽ അത് ബാധ്യതകളായി നിൽക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത രണ്ടുപേരും ഒരുപോലെ എടുത്തു പറഞ്ഞു. ശമ്പളം കിട്ടുമ്പോൾ തന്നെ കൃത്യമായി ദശാംശം മാറ്റി അത് അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഓരോ മാസവും ഞങ്ങൾ പ്രയത്നിച്ചിരുന്നുവെന്ന, നമ്മുടെ ധാരാളിത്വത്തിൽ കൊടുക്കേണ്ടതല്ല കാരുണ്യ പ്രവൃത്തി,
മറിച്ച് ഇല്ലായ്മയിലും ഉള്ളതിൽ നിൻ്റെ ദശാംശം കൊടുക്കുവാൻ നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ വിശ്വസ്തതയുള്ളവരാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും സമയച്ചുരുക്കത്തിൽ നമുക്കിത് പരിഹരിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ രണ്ടുപേരും ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. മറ്റൊരിടത്ത് ധ്യാനം കൂടുമ്പോൾ 4 വർഷമെങ്കിലും എടുക്കും ബാധ്യതകളൊക്കെ തീരാനെന്ന് പറഞ്ഞ ഇടത്തു നിന്നാണ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ 9 മാസങ്ങൾക്കുള്ളിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ മുഴുവൻ വിട്ടുതീർന്ന് സ്വസ്ഥതയോടെ നന്ദി നിറഞ്ഞ മനസ്സോടെ ഈ ദമ്പതികൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ 2 പ്രധാനപ്പെട്ട മേഖലകളാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. സഹോദരൻ സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 6 കെട്ട് പത്രം ഞങ്ങളുടെ കൈകളിലുണ്ടെങ്കിലും അത് കൊണ്ടുചെന്ന് പ്രാർത്ഥനാപൂർവം അർഹതപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അല്പം പോലും സമയം വൈകാതെ 1-1.5 മണിക്കൂർ കൊണ്ട് ഈ ഇത്രയും പത്രങ്ങൾ കൊടുത്തു മാറ്റുവാൻ ആളുകൾ ആവേശത്തോടെ സ്വീകരിക്കുന്നത് കാണുന്നുണ്ടെന്ന്. ക്രിസ്തുവിനെ ഉള്ളിൽ പേറിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഇറങ്ങിയാൽ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ വ്യക്തികൾ നമ്മളെ തേടി വരും. അവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത് അവർക്ക് ആത്മബലത്തിനും ജീവിത ദർശനത്തിനും കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ വിശ്വസ്തതയാണ് എനിക്ക് ലഭിക്കുന്നതിൻ്റെ ഓഹരി. കൃത്യമായി ഞാനത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമെന്നത് ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് ചെയ്യേണ്ടതല്ല. ഒരു മനുഷ്യനായി ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ലഭിക്കുന്ന വിവിധ വരുമാനങ്ങൾ, ആ വരുമാനത്തിൻ്റെ ഒരു ഓഹരി നിർബന്ധമായും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, അത് രോഗികളാവട്ടെ, അത് പീഡിതരാവട്ടെ, അഗതികളാവട്ടെ, ആരുപോലുമില്ലാത്തവരാവട്ടെ, പഠന മേഖലകളിൽ ക്ലേശിക്കുന്നവരാകട്ടെ, അവർക്ക് കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഉടമ്പടിയിൽ നമുക്കത് മാൻഡേറ്ററിയായി മാറുന്നു, കൽപ്പനയായി മാറുന്നു. ഉടമ്പടിയിൽ കാരുണ്യ പ്രവൃത്തി എന്തെങ്കിലും ചെയ്ത് നമ്മൾ രക്ഷപ്പെടുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിൻ്റെ കൃത്യമായ ഓഹരി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് അത് മാറുന്നത്. നമുക്ക് ഈ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും വെള്ളം ചേർക്കാതെ വിശ്വസ്തത പുലർത്തുവാനാകുമെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾക്ക് മേൽ ദൈവിക അനുഗ്രഹങ്ങൾ സമയച്ചുരുക്കത്തിൽ ലഭിക്കുന്നത് കാണാനാവും. അതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കും 1000 നന്ദി. എൻ്റെ പേര് ഷീബ. ഞാൻ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. 2024 ജനുവരിയിലാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി, അവിടെ ഒരു ഹൈന്ദവ കൂട്ടുകാരിയാണ്, അവൾ പറഞ്ഞു നാട്ടിൽ പോകുമ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നു. എനിക്ക് ഉടമ്പടി എടുക്കാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് പെട്ടെന്നായിരുന്നു ഇന്ന് ഉടമ്പടി എടുക്കാമെന്ന് വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു അവയർനെസ് ഒന്നും ഇല്ലായിരുന്നു. ചെന്നിട്ട് അവളോട് ചോദിക്കാം, പിന്നെ എല്ലാം കണ്ട് പഠിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പോയി. പിന്നെ അവിടെ ചെന്നപ്പം 2 വർഷം ഓൾറെഡി ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ചെന്നത്. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തൊക്കെ ചെന്നപ്പം എനിക്ക് ചെവിക്ക് ഭയങ്കര മൂളിച്ച. അപ്പം ഞാനിത് ജെറ്റ് ലാഗ് അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്ന് ഓർത്തിട്ട് ഞാനത് കാര്യമാക്കിയില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് പിന്നെ എനിക്ക് മാറുന്നില്ല. ഒരാഴ്ചയായിട്ടപ്പം ഭയങ്കര ചെവിക്ക് മുകളിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളം ഒഴിച്ചും പിന്നെ ഇയർ ഡ്രോപ്സൊക്കെ ഒഴിച്ച് നോക്കി ഒന്നും രക്ഷയില്ല. അങ്ങനെ ഞാനിത് 1.5 ആഴ്ച കൊണ്ട് നടന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ആ കൂട്ടുകാരി തന്നെ പറഞ്ഞു, നീ ഉടമ്പടി എടുത്തല്ലേ, മാതാവിൻ്റെ തൈലം നിൻ്റെ കയ്യിലുണ്ടല്ലോ, നീ അത് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് നീ തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാനിതുപോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് തൈലം എടുത്ത് തേച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി, അത് മൂളിച്ചൊക്കെ കംപ്ലീറ്റ് മാറി. പിറ്റേന്ന് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു മൂളിച്ച പിന്നെയും വരുന്നുണ്ടോ, റിക്കറൻ്റ് വരുന്നുണ്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് മൂളിച്ച വന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ആ പ്രാവശ്യം വന്നപ്പോൾ സിസ്റ്റ് ഉണ്ടായിരുന്നു. ഓവറിയൻ സിസ്റ്റ് 3.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പം അവർ ഹോർമോണൽ ടാബ്ലറ്റ്സ് ഒക്കെ തന്നു, അത് സിങ്ക് ആകാൻ, ചെറുതാകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കഴിക്കുമ്പോൾ വണ്ണം വെക്കും, അതാണ് അതിൻ്റെ പ്രശ്നം. എനിക്ക് ഓൾറെഡി തന്നെ നല്ല വണ്ണം ഉണ്ടായിരുന്നു.
കാരണം സിസേറിയൻ കഴിഞ്ഞപ്പോഴൊക്കെ വണ്ണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടാബ്ലറ്റും കൂടി കഴിച്ചിട്ട് ഒന്നുകൂടി സൈഡ് എഫക്റ്റ് എന്തെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ട് മാതാവിൻ്റെ ഉപ്പും തൈലവും മാത്രമായിരുന്നു ഞാൻ ആശ്രയിച്ചത്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് കൊച്ചിൻ്റെ ആദ്യ കുർബാന ആ ടെൻഷനിൽ എനിക്ക് ഫിസിക്കൽ ചെക്കപ്പ് ഒന്നും ചെയ്തില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ അത് 12 mm ആയിട്ട് ചുരുങ്ങി. വേറെ ഒരു മരുന്നും ഞാൻ കഴിച്ചില്ല. മാതാവിൻ്റെ എണ്ണയും ഉപ്പും മാത്രമായിരുന്നു ഞാൻ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തേക്കുമായിരുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു നല്ലോണം ശൃംഗമായിട്ടുണ്ട്, ഈ മരുന്നൊന്നും കഴിക്കണ്ട, അത് ചെറിയ കുരുക്കളായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഒരു ജോലി, അതായത് ഞാൻ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലായിരുന്നു ജോലി ചെയ്തത്. അവിടെ നിന്ന് എനിക്ക് 2024 ഗവൺമെൻറ്റിൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അപ്പം ഞാനത് ഫെബ്രുവരിയിൽ എൻ്റെ വർക്ക് പെർമിറ്റ് വിസ എല്ലാം കംപ്ലീറ്റ്ലി പഴയ നഴ്സിംഗ് ഹോമായിട്ട് കോൺട്രാക്റ്റ് എല്ലാം തീർത്തിട്ട് പുതിയത് അവർ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഫെബ്രുവരിയിൽ അവരെന്തോ പേപ്പേഴ്സൊക്കെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സൊക്കെ അവരുടെ കയ്യിലില്ലായിരുന്നു. അതിൻ്റെ പേരിൽ എൻ്റെ വർക്ക് പെർമിറ്റ് റിജക്റ്റായി. അങ്ങനെ അവർ അപ്പീലിന് പോയി. അങ്ങനെ 3 പ്രാവശ്യം അപ്പീലിന് പോയി. അങ്ങനെ ഏപ്രിലിൽ കംപ്ലീറ്റ്ലി ഓൾറെഡി എൻ്റെ ഫെബ്രുവരിയിൽ എൻ്റെ വിസ എല്ലാം എക്സ്പയറി ആയത് കാരണം അവരുടെ പുതിയ എംപ്ലോയറിൻ്റെ പ്രൊസീജിയേഴ്സ് പേപ്പേഴ്സ് വെച്ച് എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് അവരൊരു എക്സ്റ്റൻഷൻ കിട്ടി. എനിക്ക് വിസ എക്സ്റ്റൻഷൻ കിട്ടി 4 മാസത്തേക്ക്. അങ്ങനെ ആ വിസ എക്സ്റ്റൻഷനും തീരാറായി. ആ സമയമായിരുന്നു. ഇപ്പം ഏപ്രിലിൽ കംപ്ലീറ്റ്ലി അവർ പറഞ്ഞു ഇത് കിട്ടത്തില്ല, നീ വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ തകർന്നു പോയി. പിന്നെ പ്രൈവറ്റ് വേറെ നഴ്സിംഗ് ഹോമിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. 2-3 സ്ഥാപനങ്ങളിൽ കിട്ടും. പക്ഷേ അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ അത് കിട്ടാതെ പോകും. അവസാനം ഒരു നഴ്സിംഗ് ഹോമിൽ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ അതിൻ്റെ ഓഫർ ലെറ്ററുമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ അപ്ലൈ ചെയ്ത ഒരു മലയാളിയായിരുന്നു HR പുള്ളി. ആ പുള്ളി പറഞ്ഞു ഷീബ നിനക്ക് നിൻ്റെ സൈഡിൽ വിസ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ പേപ്പർ ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിൻ്റെ വാലിഡിറ്റി എല്ലാ 3 മാസവും കൂടുമ്പോൾ അവർ ഫോറിൻ സ്റ്റാഫിനെ എടുക്കുമ്പോൾ ഒരു പേപ്പർ കാണിക്കണം, അത് എക്സ്പയറി ആയിപ്പോയി. അങ്ങനെ അവിടെയും ജോലി എനിക്ക് ഇല്ലാതായി. അപ്പോൾ ഞാൻ നേരെ ഓർത്ത് വെച്ചാൽ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു നീ ഒന്നുകൂടെ വിസ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂണിൽ അപ്ലൈ ചെയ്തു. എൻ്റെ വിസ നീളും തോറും എനിക്ക് പ്രതീക്ഷ പോയി. ആ സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്തു, പള്ളിയിൽ പോയി. അപ്പോൾ ശരിക്കും ഉടമ്പടിയെക്കുറിച്ച് ഞാൻ അങ്ങ് നല്ലോണം പഠിക്കുകയും അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ജപമാലയും കൊന്തയും കുർബാനയൊക്കെ മുടങ്ങാതെ പോവുകയും പിന്നെ കാരുണ്യ പ്രവൃത്തികളൊക്കെ നാട്ടിൽ പൈസ അയച്ചു കൊടുക്കുകയും, കാരണം അവിടെ നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ പൈസ അയച്ചു കൊടുക്കും. വൃദ്ധസദനങ്ങൾക്ക് പൈസ ഫുഡ് വാങ്ങിക്കാനും അങ്ങനെയൊക്കെ പൈസ അയച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പേഷ്യൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അയക്കുമായിരുന്നു. അങ്ങനെ 5 മാസം ഞാൻ അവിടെ ജോലിയില്ലാതിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ആൻസൈറ്റിയും പാൽപിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, എന്നിട്ട് എനിക്കറിയത്തില്ല എന്താ കാരണം എന്ന് അറിഞ്ഞൂടാ. ചില സമയങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയും ആൻസൈറ്റിയൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തു ഞാൻ 5 മാസം ജോലിയില്ലാതിരുന്നത്. എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് ആൻസൈറ്റിയോ പാൽപിറ്റേഷനോ ടക്കിക്കാടിക്കോ ഒന്നുമില്ലായിരുന്നു. അത് മാതാവിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം. എല്ലാവരും ചോദിക്കും എങ്ങനെ നീ ഇത്രയും ധൈര്യമായിട്ടിരിക്കുന്നു എന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു മെഡിക്കലി ഞാൻ തോന്നുന്നു ചില സമയം എനിക്ക് ആ രോഗമുണ്ടോ ഈ രോഗമുണ്ടോ. പക്ഷേ ആ 5 മാസം ഞാൻ ജോലിയില്ലാതിരുന്നിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു പനി പോലും എനിക്ക് വന്നില്ലായിരുന്നു. ദൈവത്തിനും ദൈവമാതാവിനും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ സെപ്റ്റംബറിൽ എൻ്റെ വിസ എക്സ്റ്റൻഷൻ കിട്ടി. നവംബറിൽ ഞാൻ വീണ്ടും അവരെ സമീപിച്ചു. എനിക്ക് വിസ വന്നു. നിങ്ങൾ കാരണമല്ല എൻ്റെ ജോലി നഷ്ടമായത്, ഞാൻ ജോലിയില്ലാതെ വിസ ഇല്ലാതെ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടി, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ജോലി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. ഒരാഴ്ച സമയം തരാൻ പറഞ്ഞു. പക്ഷെ അവർ പിറ്റേന്ന് തന്നെ അവർ ലൈൻ മാനേജറോട് സംസാരിച്ചു. എനിക്ക് വീണ്ടും വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തു. അങ്ങനെ 10 ദിവസത്തിൽ എനിക്ക് ആ ജോലി തിരിച്ചു കിട്ടി. എനിക്ക് എത്രയെന്നില്ലാതെ നന്ദിയുണ്ട് മാതാവിനോട്. അവിടെ ഞങ്ങൾക്ക് കോർക്കിലൊരു ലോക്കൽ കൃപാസന ഒരു ഗ്രൂപ്പുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ അഖണ്ഡ ജപമാല, ഞങ്ങൾ ലീവ് ഓഫൊക്കെ എടുത്ത് റെഡിയാക്കി ഞങ്ങൾ അഖണ്ഡ ജപമാല 1 വർഷമായിട്ട് മുടങ്ങാതെ ഞാനത് പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ കഴിഞ്ഞ മാസം വരെയും ഞാൻ കൂടിയിട്ട് ഈ മാസം ഞാനില്ല. അപ്പോൾ അടുത്ത മാസം ചെല്ലുമ്പോൾ ഞാൻ അതിൻ്റെ ഓഫൊക്കെ റിക്വസ്റ്റ് ചെയ്ത് വന്നു. എനിക്ക് മാതാവും പരിശുദ്ധ അമ്മയും തിരുക്കുമാരും ചെയ്ത 1000
ബ്ലെസ്സിങ്സിന് ഞാൻ നന്ദി പറയുന്നു. എന്നെപ്പോലെ തന്നെ എത്രയോ പേര് ഇനിയും അവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നു. അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. അതുപോലെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ഇപ്പോഴും അതുപോലെ നാട്ടിൽ ഞങ്ങളുടെ കൃപാസന ഗ്രൂപ്പ് വഴി ചില സന്നദ്ധ സഹകരണങ്ങൾക്ക് ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും. അതുകൂടാതെ അവിടെ എന്തെങ്കിലും രോഗികളായ കുറേ പേഷ്യൻസ് ഉണ്ട്, അവർക്ക് ഞങ്ങൾ അത്യാവശ്യം ഈ തൈലവും പത്രവും ഒക്കെ കൊടുക്കാറുണ്ട്. പേഷ്യൻസ് ആകുമ്പോൾ അവർ വേഗം വാങ്ങിക്കും, ബാക്കിയുള്ളവർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അങ്ങനെ പേഷ്യൻസിന് ഞങ്ങൾ പത്രമൊക്കെ കൊടുക്കും. ഇംഗ്ലീഷ് പത്രമൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ദൈവത്തിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. സങ്കീർത്തനങ്ങൾ 63, 7, 8 തിരുവചനങ്ങൾ. അവിടുന്ന് എൻ്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. ഷിബ റഫേൽ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 2 പ്രത്യേക അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തത് ലഭിച്ചത് ഒരു ശാരീരിക സൗഖ്യമാണ്. സിസ്റ്റിൻ്റെ രോഗക്ലേശത്താൽ ഏറെ വേദനിച്ചിരുന്ന സഹോദരി ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ മറ്റ് മരുന്നോ ചികിത്സയോ ഒന്നും എടുക്കാതെ അത് വളരെ ചുരുങ്ങിപ്പോയതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. രണ്ടാമത്തത് ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലായ, തൊഴിൽ നഷ്ടപ്പെട്ട, വിസ പുതുക്കാനാവാതെ ക്ലേശിച്ച കാലത്തെ ഒരു സാക്ഷ്യമാണ്. അതിൻ്റെ മുഴുവൻ ക്ലേശാവസ്ഥകളും പ്രതിസന്ധികളും മകൾ തന്നെ സൂചിപ്പിച്ചു. എന്നാൽ ഉടമ്പടിയെ കൂടുതൽ അടുത്തറിഞ്ഞ് അമ്മയിൽ കൂടുതൽ ആഴപ്പെട്ട് വിശ്വസിച്ച് എല്ലാ തൻ്റേതല്ലാത്ത കാരണത്താൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പുതിയൊരു വഴി തുറക്കുന്നതിന് വിദേശത്തുള്ള ജീവിതവും ജോലിയും സുരക്ഷിതമാകുന്നതിന് വേണ്ടി മകൾ ആഗ്രഹത്തോടുകൂടി അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ച നാളുകളിൽ മകൾക്ക് അത്ഭുതകരമായി വിസ നീട്ടിക്കിട്ടിക്കൊണ്ടിരിക്കുകയും സുരക്ഷിതമായ ജോലി കണ്ടെത്തുവാൻ പറ്റുന്ന വിധം ആ ഇടത്തിൽ കെയർ ഹോമിൽ ഒത്തിരി ഇഷ്യൂസ്, അവരുടെ ലൈസൻസ് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി അത് മാറിക്കൊണ്ട് മകൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ സുഗമമായി ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മാസങ്ങളോളം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരികെ പോരേണ്ടി വരുമെന്ന് കരുതിക്കൊണ്ട് വലിയ മാനസികമായ സംഘർഷങ്ങളിലൂടെ യാതൊരു ഓപ്പണിങ്ങുമില്ലാത്ത വിഷമതകളിലൂടെ സഹോദരി കടന്നുപോയപ്പോൾ ആശ്രയിച്ചത് മുഴുവനും ഉടമ്പടി ജീവിതത്തിലും ഉടമ്പടിയുടെ ആത്മീയ മേഖലകൾ കുറെ കൂടി ശക്തിപ്പെടുത്തി ബലപ്പെടുത്തുന്നതിനുമാണ്. അമ്മയോട് ചേർന്നുള്ള യാത്ര നമുക്ക് അസാധ്യമെന്ന് കൺമുമ്പിൽ തോന്നുന്നവയ്ക്ക് പോലും പുതിയ സാധ്യതകൾ തുറന്നു തരുവാൻ ഈശോ നമ്മളെ സഹായിക്കുകയും ജീവിതം ശുഭകരമാക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിത വിഷയങ്ങൾക്ക് മേൽ നല്ല തീരുമാനങ്ങൾക്കുള്ള വഴികൾ അമ്മ ഈശോയിലൂടെ നമുക്ക് തുറന്നു തരികയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ